യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമാത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ള യഹോവയ്ക്ക് ഏർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് അവരുടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങനെ നിന്ന് രഹസ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്താനും പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ സ്തോത്രം സ്തോത്രം പുണ്യമഹേഷിന് സ്തോത്രം തുടങ്ങുന്ന 26-ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് എന്ന് കാണാം. 26-ാമത്തെ പാട്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയോട് മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുവാൻ ദൈവജനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പത്താം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങേ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നത് നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഉണർന്നപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകി എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ അറിയിച്ചു വരുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനും തിരുവചനം പറയുന്നു. ആ ഭാഗ്യകരമായ പദവിയിലൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. 14-ാം പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്രം നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. 14-ാം പദം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസനായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായി ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാനീയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്ന നീയായുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിന് അങ്ങേ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ തരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസ്തുതപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. 475-ാമത്തെ പാട്ട്, ഹാ മനോഹരം യാഹോവേ നിന്റെ ആലയം എന്ന് തുടങ്ങുന്ന 475-ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ എന്നോട്
ദൈവമേ എന്നുള്ളം നിറയുന്നേ ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം വല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. ദൈവം വല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സങ്കീർത്തനങ്ങൾ 19 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതീകമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 19 7 മുതൽ 14 വരെ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രമാണം തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷി വിശ്വാസമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ,
അവ ഒട്ടുവിഴാതെ നീതിയുള്ളവയാകുന്നു. കുഞ്ഞിനും വളരെ അനുഗ്രഹത്തിനും ആഗ്രഹിക്കുന്നവർ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവർ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിയെന്നും മോചിക്കണമേ. സ്വബോധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവർ എന്റെ മേൽ വാഴരുത്, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പാറുമായ യഹോവേ, എന്റെ വായുടെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുന്നതാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പുറത്തുണ്ടാകട്ടെ. എല്ലാവർക്കും ഇന്നത്തേക്കുള്ള തിരുവചനങ്ങൾ വായിച്ചു. കൊടുക്കപ്പെട്ട പഴയ ഏർപ്പാട് വേദവതി 2 നാളാഗമം 34 അധികാരം 29 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. 2 നാളാഗമം 34, 29 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. அப்பொழுது ராஜா யூதாவிலும் எருசலேமிலுமுள்ள மூப்பரையெல்லாம் அழைத்து கூடி வரச் செய்து, ராஜாவும் சகல யூத மனுஷரும் எருசலேமின் குடிகளும் ஆசாரியரும் லேவியரும் பெரியோர் முதல் சிறியோர் மட்டுமல்ல சகலருமாய் கர்த்தருடைய ஆலயத்தில் போனார்கள். கர்த்தருடைய ஆலயத்திலே கண்டெடுக்கப்பட்ட உடன்படிக்கை புஸ்தகத்தின் வார்த்தைகளை எல்லாம் அவர்கள் காதுகள் கேட்க வாசித்தான். ராஜா தன் ஸ்தானத்திலே நின்று அந்த புஸ்தகத்தில் எழுதியிருக்கிற உடன்படிக்கையின் வார்த்தைகளின்படியே தான் செய்வதனாலே கர்த்தரை பின்பற்றி நடப்பேன் என்றும் தன் முழு இருதயத்தோடும் தன் முழு ஆத்மாவோடும் அவருடைய கற்பனைகளையும் அவருடைய சாட்சிகளையும் அவருடைய கட்டளைகளையும் கைக்கொள்வேன் என்றும் கர்த்தருடைய சந்நிதியில் உடன்படிக்கை பண்ணி எருசலேமிலும் பென்யமீனில் காணப்பட்ட யாவரையும் அதற்கு உட்பட பண்ணினான். அப்படியே எருசலேமின் குடிகள் தங்கள் பிதாக்களின் தேவனாகிய அந்த தேவனுடைய உடன்படிக்கையின்படியே செய்தார்கள். யோசியா இஸ்ரவேல் புத்திரருடைய தேசங்கள் எங்கும் உண்டான அருவருப்புகளை அகற்றி இஸ்ரவேலிலே காணப்பட்டவர்களை எல்லாம் தங்கள் தேவனாகிய கர்த்தரை சேவிக்கும்படி செய்தான். அவன் உயிரோடு இருந்த நாளெல்லாம் அவர்கள் தங்கள் பிதாக்களின் தேவனாகிய கர்த்தரை விட்டு பின்வாங்கினதில்லை என்பவைகளே. ஆமென். Today Bible reading is Acts 8 chapter 26-40. Acts 8:26-40. And the angel of the Lord spake unto Philip, saying, Arise and go towards the south and way that goeth down from Jerusalem, and the Gaza will its desire. And its arrows white and beheaded a man of Ethiopians, eunuchs of great Ethiopians, and Candace, queen of Ethiopia, who had chose of her treasure and had come to Jerusalem for to worship, was returning and sitting on chariots to Isaiah prophets. There is big said to Philip near and joined Philip to his chariots. And Philip ran to him and heard his great prophets Isaiah and say, understood to what thou readest, and he say, how can it except some man should guide me, and its disobeyed did not come to and sit with him. The place of the scripture, what he told what he was, it is she to slaughter as like lamb down before its shearer, so open is not its mouth. Its humiliations, its judgments not take way, and who shall declare its generation for his what take from his act. And the eunuchs not say or pray this for its sake, and profits this of himself or for some other man. Then Philip opened its mouth and began of saying scripture and preached unto Jesus.
And it say, while on his way, they came unto certain water, and God said, see its water, or John instantly baptized. And Pete said, if it will be spoiled hot, thou mayest. And it answered and said, I will, Jesus Christ is the Son of God. And its commander of choice to stand still and take one John and spoke into water, both pillars inert, and its bodies kissed. And its they were come up out of the water, and the Spirit of the Lord God's way believed that its inert was no more. And his went on his way rejoiced, but place was found and exhorted, and was endured his preach in order till he came to Caesarea. Amen. ആരാധനയ്ക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അന്ന് തന്നെ അവർ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്ന് ക്ലയോപ്പ എന്ന് പേരുള്ള യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ചത് കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിന് സകല ജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. നിഖ്യ വിശ്വാസ പ്രമാണ പ്രകാരം ആരാധനക്രമം 39 സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ച ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏക കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സർവ്വലോകങ്ങൾക്ക് മുമ്പ് തന്റെ പിതാവിന് ജനിപ്പിക്കപ്പെട്ടവർ, ദൈവത്തിൽ നിന്ന് ദൈവം, ആകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, ദൈവത്താൽ സകലമുണ്ടായി. അവിടുന്ന് മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവിടുന്ന് കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പിതാവ് ജീവിപ്പിക്കുന്നവനും പിതാവിന്റെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുന്നവനും പ്രവാചകത്തിലൂടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു.
പാപമോചനത്തിനുള്ള ഏക ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സദസ്യപിതാവാണെന്ന ദൈവമേ, ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവെയാണ് ഞങ്ങൾക്ക് അവിടെ നിദാനമായി നൽകിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഞങ്ങളുടെ അത്ഭുതകരമായ അന്നത്തെ കരങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും വഹിച്ച് വഴി നടത്തിയ കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവേ. കഴിഞ്ഞ 4 മാസം കൊണ്ടേമേ അവരുടെ കൃപകളെ അർപ്പിച്ച കർത്താവേ. നന്ദിയുള്ള മക്കളായി പുതിയ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവേ അവരുടെ സന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം ധനജീവനായ അടിയങ്ങളെ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നതാവേ. ലോകം മുഴുവനും അങ്ങേ ആരാധിക്കുന്ന ദിവസം കർത്താവേ, ഞങ്ങളുടെ മകനെ ആരാധിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ ഈ സ്ഥാനത്ത് ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന കർത്താവേ. കഴിഞ്ഞ 1 വർഷക്കാലം കർത്താവേ പ്രിയ മക്കൾക്ക് കർത്താവേ ഈ സ്ഥലത്ത് കർത്താവേ അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം അവരുടെ കൃപ ചെയ്തതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ദൈവം പ്രയാസങ്ങളിലുള്ള സഭ കടന്നുപോയി കർത്താവേ. ദൈവം വീണ്ടും 1 വർഷം കൂടെ കർത്താവേ അവിടുത്തെ നന്മകൾ കർത്താവേ കണ്ടിട്ട് സഭയുടെ നാമത്തിൽ കർത്താവേ ഓരോ മക്കളെ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിച്ച ഒരുക്കിയ കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവേ. ഈ സമയം ദൈവത്തിന്റെ നന്ദിയുള്ള മക്കളായി നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ തന്നെ കർത്താവേ ദേവാലയത്തിന്റെ ഉള്ളിലായിരിക്കുന്ന കർത്താവേ കഴിഞ്ഞ ആരാധനകളിലെല്ലാം ദൈവം ഞങ്ങളുടെ അത്ഭുതകരമായ വഴികളെ ഓർക്കുന്ന കർത്താവേ. ഞങ്ങളെ നടത്തിയ കർത്താവെ നേതൃത്വം നൽകിയ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പുതിയ കർത്താവെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ അനുഗ്രഹ കർത്താവെ ഓരോ മക്കളും അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം വന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രതിസന്ധികൾക്കുള്ളാതെ കർത്താവെ ഒരു ജനതയായ കഥയിൽ സഭയുടെ നാമത്തിൽ കർത്താവെ വീണ്ടും അവർക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവനാമത്തിൽ കർത്താവെ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ആരാധനകളിലൂടെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് വന്ന് സഹായിക്കുമാറാണെന്ന് എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നുള്ള ആരാധന ദൈവം അവരുടെ വാഴ്ത്തി എളിയങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുമാറാണെന്ന് എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധന കർത്താവെ ദൈവം ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കർത്താവെ യാഗം ദൈവമേ അവരുടെ സന്നിധിയിൽ സുഖബലിയായി കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് അവരെ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധനയിൽ കർത്താവെ ആലയത്തിന്റെ ഉള്ളിലായിരിക്കുന്ന എല്ലാവരെയും നിക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെ ആവശ്യങ്ങളും കർത്താവോട് അറിയുന്നുണ്ട് കർത്താവെ. ഓരോരുത്തരുടെ കർത്താവെ ദൈവമേ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ായിരിക്കുമ്പോൾ കർത്താവെ ദൈവമേ അവിടെ ശ്രദ്ധ വെച്ച് ഓരോരുത്തരുടെ ആവശ്യങ്ങളെ കർത്താവെ ശ്രദ്ധയോട് കേട്ട് കർത്താവെ ദൈവത്തിനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കർത്താവെ സന്തോഷത്തോടുകൂടെ തന്നെ കർത്താവെ ആലയം വിട്ട് കടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വന്ന് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ കുടുംബമായി തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ കുടുംബങ്ങളുടെ ആവശ്യങ്ങളിലും ദൈവമേ അവിടെ കൂടുതലിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും കർത്താവ് അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിലുള്ള നന്മകൾ അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഓരോ ഭാഗവും കർത്താവെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിപ്പാനും കർത്താവെ പകൽക്കാലം ദൈവമേ ദൈവത്തിന്റെ കർത്താവെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ ശക്തിയാലും ജ്ഞാനത്താലും ദൈവമേ അവിടെ നിറയപ്പെടുവാനും രാത്രിയിൽ വീണ്ടും കർത്താവെ തിരുസന്നിധി മുഴങ്കാലുകളെ മടക്കുമ്പോൾ കർത്താവെ ദൈവം ഞങ്ങൾ നടത്തിയിരുന്നങ്ങൾക്കായി നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ ഭവനങ്ങളിലും കർത്താവെ പ്രഭാത പ്രാർത്ഥനയും രാത്രിയിലുള്ള പ്രാർത്ഥനയും കർത്താവ് അനുഗ്രഹിച്ച് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവത്തിലുള്ള ആശ്രയബോധത്തോടുകൂടെ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവെ. കുടുംബനാഥന്മാരുടെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ പ്രാർത്ഥനയോട് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ കർത്താവ് അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യവന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ജീവിത കർത്താവ് ഏറെ അനുഗ്രഹമായി തീരുവാൻ, അവരുടെ പഠന കാലഘട്ടം ഏറെ അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഈ കാലഘട്ടം അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
കർത്താവെ. കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവധി നാളുകൾ കുഞ്ഞുമക്കൾക്ക് ഏറെ അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരീക്ഷകൾ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ദൈവത്തിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെ ഉപജീവന മാർഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം നൽകിയ ഉപജീവന പാതകളിൽ ദൈവത്തിന്റെ കൃപ കൊണ്ടായിരിക്കണമേ. അവിടുത്തെ കൃപ കർത്താവെ തൊഴിലിടങ്ങളിൽ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുത്തെ സൗഖ്യം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും നാളുകളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യഭാരങ്ങളുണ്ട് കർത്താവെ. ഞങ്ങൾ ഓരോ ഭവനങ്ങളിലും ദൈവമേ അവിടുത്തെ നന്മകളാൽ അവിടെ നിറയ്ക്കണമേ. ഭവനങ്ങളിലാണ് ദൈവമേ റെന്റ് ഹൗസിലായിരിക്കുന്നവർക്ക് ദൈവമേ അവർക്ക് നല്ല ഭവനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കണമേ. കടൽഭാരത്തിലായിരിക്കുന്നവരെ സഹായിക്കണമേ കർത്താവെ. ധനിയായിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഈ ലോകത്ത് കർത്താവെ സന്തോഷമുള്ള കുടുംബങ്ങളായി ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ ദൈവത്തിന് മഹത്വകരമായി ജീവിപ്പാൻ മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ മക്കളെന്ന് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ദൈവത്തെ സാക്ഷ്യപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ഞങ്ങളുടെ ആലയത്തെ തൃക്കരങ്ങൾ വീണ്ടും സമർപ്പിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ കൃപ ഞങ്ങളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ സഹായിക്കുന്ന അനുഗ്രഹയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ചെറുതും വലുതുമായി കർത്താവെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും ദൈവമേ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോയാൽ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവനാമത്തിന് വേണ്ടി പാടുവാൻ കർത്താവെ കടന്നു വരുന്ന അടിയങ്ങൾക്ക് ദൈവമേ പാട്ടുകൾ ഏറെ അനുഗ്രഹമായി തീരുവാൻ ആശ്വാസം മുഴുവാൻ തക്കവണ്ണം ദൈവം അവിടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുന്ന മക്കളെ പോയ മാസങ്ങളെല്ലാം ദൈവമേ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ദൈവമേ സ്നാനത്തിന് വേണ്ടി കർത്താവെ തിരുസന്നിധിയിലായിരിക്കുന്ന പൈതലിന്റെ ദേവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൈതലിന്റെ പ്രായം മുതൽ ദൈവം അവരെ വഴിനടത്തിയിടങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് സ്നാനം ദൈവമേ സ്വീകരിപ്പാനും കർത്താവെ ദൈവത്തിന്റെ മഹയായ ദൈവമേ അവിടുത്തെ ചേർത്തുകൊള്ളുന്ന വലിയ കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഈ കഷ്ടപ്പെട്ട് നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ ആണിപ്പാടുള്ള കരമുറിയ മകൻ അനുഭവിപ്പാനും കർത്താവെ ലോകത്ത് കർത്താവെ അവൻ സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ടതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവ് അവന് ഭവനത്തിലും സമൂഹത്തിലും അവിടെ ഒരുക്കി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ പ്രിയ മകന്റെ സ്നാനത്തിനായി ദൈവമേ ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ കർത്താവെ കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവമേ അവരുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ദൂരം യാത്ര ചെയ്തും കടന്നു വരുവാൻ ദൈവം സഹായിച്ചിരുന്നു. അവരുടെ യാത്രകളിലെല്ലാം ദൈവം അവിടെ തുടരുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. യേശുപാതുപോലെ കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനവും ദൈവമേ അടിയങ്ങൾ തുടർന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഉയർപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഞായറാഴ്ച കർത്താവെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന കർത്താവെ. ഉയർത്ത കർത്താവിന്റെ ശക്തി ഞങ്ങൾ ഓരോ ദിനവും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ശക്തിയില്ലായെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിപ്പാൻ ഒരിക്കലും സാധ്യമല്ല കർത്താവെ. അത്രത്തോളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞതായ ഒരു ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ കൃപയിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഈ ലോകത്ത് ഞങ്ങൾ വിജയകരമായ കർത്താവെ ജീവിക്കേണ്ടതിന് കർത്താവെ അവിടുത്തെ വചനം ഞങ്ങൾക്ക് കാൽവദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കാൻ ഇന്നുള്ള വചന കേൾവി അടിയങ്ങൾക്ക് അവിടെ വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ കർത്താവെ അവിടെ ബലഹീനരായ അച്ഛനെ അവിടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടെ നാവോടുകൂടെ ഇരുന്ന് സംസാരിക്കണമേ. അവിടുത്തെ എന്തുമേറിയ ശബ്ദം കർത്താവെ ഈ പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരെയും കേട്ട് കർത്താവെ ആത്മീയമായ മഞ്ഞ അനുഭവിച്ച് കർത്താവെ ദൈവമേ തൃപ്തിയോട് കർത്താവെ കടന്നു പോകുവാൻ ദൈവം അവർക്ക് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശുദ്ധ സംസർഗ ശുശ്രൂഷയെ കർത്താവെ അടിയങ്ങൾ തുടർന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അത് ഞങ്ങൾ യഥാവിധി പാലിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ രോഗബന്ധനങ്ങളും കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുവാൻ പുതിയ കർത്താവെ ശരീരത്തോടുകൂടെ കർത്താവെ ദൈവമേ അത് ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവെ സന്തോഷത്തോടുകൂടെ തന്നെ കർത്താവെ കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഹായോഗയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ
പ്രതിസന്ധികളുമായി പോകുവാൻ തക്കവണ്ണം അവിടെ അത്ഭുതകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവെ. എല്ലാ സഭകളെയും ഓർക്കുന്ന കർത്താവെ, എല്ലാ സഭാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവഭയത്തോടുകൂടെ കർത്താവെ അവരുടെ ശുശ്രൂഷ അർപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിക്കണമേ. എല്ലാ സഭകളെയും ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഒരു ജനതയായി ഞങ്ങൾ വളരുവാൻ, കർത്താവിലുള്ള സന്തോഷവും സ്നേഹവും ഞങ്ങൾ പങ്കുവെച്ച് വളരുവാൻ മഹായിടവയ്ക്കതിലും ഞങ്ങൾ ഒരു നല്ല കാലഘട്ടം കർത്താവ് ഞങ്ങൾക്ക് അവിടെ നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മിഷൻ ജീവികളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടെ പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിലൂടെ കർത്താവെ ജനമായിരിക്കുമ്പോൾ, ശുശ്രൂഷകരായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ശക്തി അവരിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തെ കണ്ടുമുട്ടിയവർ കർത്താവെ ഒരിക്കലും പിന്മാറാതെ കർത്താവെ ദൈവത്തിന്റെ ശക്തി കർത്താവെ അനുഭവിപ്പാൻ തക്കവണ്ണം, ആ ദേശം ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവം അവരെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മിഷണറിമാരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ശുശ്രൂഷകൾ കർത്താവ് അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുദ്ധങ്ങളിൽ മൂലമേ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. പലവിധമായ പ്രതിസന്ധികളിലൂടെ കർത്താവെ ലോക ജനത കടന്നു പോകുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ ദിവ്യമായ സമാധാനം കർത്താവെ ഓരോ മക്കളും അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ ദിനം കർത്താവെ അങ്ങ് ആരാധിക്കുവാൻ തന്ന ഈ ദിനം കർത്താവെ ഇവിടെ എല്ലാ ആരാധന നടക്കുന്നുവോ അവിടെ എല്ലാം കർത്താവെ അവിടുത്തെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഉഷ്ണത്താൽ കഷ്ടപ്പെട്ടപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ മഴ നൽകി ഞങ്ങളെ അവിടെ നിന്ന് പരിപാലിച്ചതിനങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ദൈവം വീണ്ടും ഞങ്ങളുടെ സഭയെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും ഞങ്ങളെ വഴി നടത്തിയ ദൈവം കർത്താവെ വചനങ്ങൾ വായിക്കുവാനും പാട്ടുകളിലൂടെ അവയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും മധ്യസ്ഥ പ്രാർത്ഥനയായി കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും കർത്താവ് അവിടെ നിന്ന് നൽകിയ വലിയ അവസരത്തിനായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. തുടർന്നുള്ള നിമിഷവും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഭദ്രമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഈ സമയം ദൈവമേ മുഴുവനായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെ യാചനകളെ അവിടെ നിന്ന് കേൾക്കണമേ കർത്താവെ. ദൈവത്തിലുള്ള അനുഗ്രഹം കർത്താവെ ഓരോരുത്തരും പ്രാപിപ്പാൻ തക്കവണ്ണം, സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം, സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം, കർത്താവിനുള്ള ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് കർത്താവെ ഈ ലോകത്തിൽ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരാഴ്ചയിൽ ദൈവമേ അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണമേ. ഞങ്ങളുടെ ദൈവയുടെ ജീവിത മാർഗങ്ങളിൽ അവർ കൊണ്ടേയിരിക്കണമേ. യാത്രകളിൽ കൊണ്ടേയിരിക്കണമേ കർത്താവെ. ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു ലോകയാത്രയാണ് കർത്താവെ. അടുത്ത ദിവ്യമായ കൃപയും സ്നേഹവും സമാധാനവും ഞങ്ങൾ അനുഭവിച്ച കർത്താവെ. അടുത്ത ഞായറാഴ്ച വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം കടന്നു വരുവോളം അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണമേ കർത്താവെ. ആർക്കും ഒരു ദോഷമുണ്ടാകാതെ കർത്താവെ എല്ലാവരെയും ദൈവം അവരുടെ കൃപയോട് കാത്തു പരിപാലിക്കണമേ. അങ്ങനെ എല്ലാവരെയും കർത്താവെ അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ശബ്ദം കേൾക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കൃപയിൽ കൂടി നിൽക്കണമേ. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാലം ക്ഷണിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണം. രക്ഷിക്കണമേ. രാജ്യം ശക്തി മഹത്വം എന്നേക്കും എന്നേക്കുള്ളതല്ലോ. ഈ സന്ദർഭത്തിൽ ഒരു സ്നാന ശുശ്രൂഷ ഉണ്ടായിരുന്നതാണ്. 140 പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ പാടുമ്പോൾ അതിൻ്റെ പേര് വിളിക്കുന്നവരും മുന്നോട്ട് വരണം. 140 പാട്ട്. കുഞ്ഞുങ്ങളെ തന്നരികൾ കൊണ്ടുവന്നിടാൻ യേശു ഇരിക്കുന്നത് പോലെ തുടങ്ങുന്ന പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ പാടുന്ന സന്ദർഭത്തിൽ സ്നാനത്തിനായി വരികയാണ്. പിതാവിൻ്റെ പേര് ജെറിൻ ആറൻ, മാതാവിൻ്റെ പേര് ബിൻസി ബ്രൈറ്റിൻ. സ്നാനപ്പെടേണ്ട വൈദ്യൻ്റെ പേര് ഡാരൻ ജെറിൻ. തന്നരികൾ
ദൈവമേ, ജീവൻ നൽകുന്ന അങ്ങയുടെ ശക്തിയാലും സ്നേഹത്താലും ഈ പൈതലിനെ അവിടുത്തെ മക്കളുടെ കുടുംബങ്ങൾ അങ്ങ് നൽകി അങ്ങയുടെ ആട്ടിൻകൂട്ടത്തോട് കരുണയുണ്ടായി സ്നാനത്താൽ അങ്ങയുടെ അവകാശത്തിലേക്ക് കൈക്കൊള്ളപ്പെടുവാനുള്ള ഈ പൈതൽ അങ്ങയുടെ കൃപാനിയമം മുഖാന്തരം പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കുമാറാകണമേ. മാതാപിതാക്കൾ തങ്ങളുടെ പൈതങ്ങളെ നിത്യജീവനിലേക്ക് ഉള്ള മാർഗത്തിൽ അഭ്യസിപ്പിക്കേണ്ടതിന് അവർക്ക് ആവശ്യമായ കൃപയും ജ്ഞാനവും വിവേകവും നൽകണമേ. അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും ഏകതയുമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ ക്രിസ്തു തന്റെ അടുക്കൽ പൈതങ്ങളെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചപ്പോൾ അരുളി ചെയ്ത വാക്യങ്ങൾ നാം അറിയുന്നുവല്ലോ. അവിടുന്ന് അവരെ തന്റെ കരങ്ങളിൽ എടുത്ത് അനുഗ്രഹിച്ചതായി നാം അറിയുന്നു. യേശു ക്രിസ്തു ഇന്നലെ ഇന്ന് എന്നേക്ക് അനന്യൻ തന്നെ. അതുകൊണ്ട് അവിടുന്ന് ഈ പൈതലിനെ സ്നേഹിക്കുന്നു. പിതാവ് ഈ പൈതലിനെ കൈക്കൊണ്ട് തന്റെ കരുണയുള്ള കൈകൾ കൊണ്ട് അവരെ മാറോടണച്ച് നിത്യജീവന്റെ അനുഗ്രഹം അവർക്ക് കൊടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ പൈതൽ ദൈവത്തിന്റെ വകയാകുന്നു. അവൻ ക്രിസ്തുവിന്റെ അവയവങ്ങളായി സ്വർഗരാജ്യത്തിന്റെ അവകാശമായി വളരേണ്ട വിശുദ്ധ സ്നാനത്തിൽ അവിടുന്ന് അവരെ വിശ്വാസത്തിന്റെ കുടുംബത്തിലും ഭവനത്തിലും പ്രവേശിപ്പിക്കുന്നു. ശിശുക്കളെ സ്നാനത്തിന് കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അവർ സ്വീകരിക്കുന്ന വിശ്വാസം ഏറ്റുപറയുവാനും അവരെ ക്രിസ്തുവിന്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരാമെന്ന വാഗ്ദത്തം ചെയ്യുവാനും കടമപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭയഭക്തിയോടെ ഉത്തരം പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ പൈതലിന് ഒരു ക്രിസ്തീയ ഭവനം നൽകുകയും പൈതൽ ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവായി അറിയുവാൻ തക്കവണ്ണം സഭയുടെ ആരാധനയിലും ഉപദേശത്തിലും ഈ പൈതലിനെ വളർത്തുകയും ചെയ്യുന്നു. ദൈവസഹായത്താൽ ഞങ്ങൾ ചെയ്യും. ഈ പൈതലിനെ ഇടർച്ച വരുത്താതെ വണ്ണം നിങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമോ? ദൈവസഹായത്താൽ ഞങ്ങൾ ശ്രമിക്കും. യഥാകാലം പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട് തിരുവെഴുത്തിൽ പങ്കുകൊള്ളാനും തിരുസഭയുടെ കൂട്ടായ്മയിൽ ക്രിസ്തുവിനെ വിശ്വാസത്തോടെ സേവിക്കുവാനും സ്ഥിരീകരണത്തിലുള്ള പൂർണ്ണ അംഗമായി തീരുവാൻ സാധിക്കേണ്ടതിന് നിങ്ങളെ പ്രബോധിക്കുമോ? പറയുന്നത് പോലെ പറയണം. ദൈവസഹായത്താൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ പൈതൽ സ്നാനപ്പെടുന്നതിനായി ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുകൊണ്ടാകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഈ പൈതൽ ക്രിസ്തുവിന്റെ അവയവമായി ദൈവരാജ്യത്തിന് അവകാശവും മുദ്രയിടപ്പെടേണ്ടതിന് ഇവർ ഇപ്പോൾ വിശുദ്ധ സ്നാനം സ്വീകരിക്കുന്നു. ഇവർ സഭയുടെ വിശ്വാസത്തിലേക്കും കൂട്ടായ്മയിലേക്കും കൈക്കൊള്ളപ്പെടുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ചു കൊള്ളാം. എല്ലാവർക്കും എഴുന്നേറ്റ് അപ്പോസ്തല വിശ്വാസ പ്രമാണം ചൊല്ലാം. എല്ലാവർക്കും എഴുന്നേറ്റ് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും വിശ്വസിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഈ പൈതലിനെ പുത്രസ്വീകാരം കൊണ്ട് അങ്ങയുടെ സ്വന്തം മകനായി കൈക്കൊണ്ട് അവിടുത്തെ പ്രിയപുത്രന്റെ ജ്ഞാന ശരീരമായി വിശുദ്ധ സഭയിൽ ഇവരെ അവയവങ്ങളാക്കി അദൃശ്യമായ അങ്ങയുടെ കരം ഈ പൈതലിന്റെ മേൽ വച്ച് ഇവരെ അനുഗ്രഹിച്ചു.
അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി അങ്ങയുടെ വാഴ്ത്തപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഇവരെ വിധേയമാക്കുവാൻ അങ്ങേക്ക് ഹിതമാകേണ്ടമേ. ഈ കൃപകൾക്കായി ഞങ്ങൾ മനഃപൂർവ്വമായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവൻ വളരുവാനുള്ള ഭവനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഇവരെ പരിപാലിക്കുന്ന എല്ലാവർക്കും ജ്ഞാനവും വിവേകവും നൽകണമേ. ഈ സഭ നൽകുന്ന പരിപോഷണത്താൽ ഇവന്റെ ആന്തരിക മനുഷ്യൻ ബലപ്പെടേണ്ടതിനും വിശ്വാസത്താൽ ക്രിസ്തു ഇവരുടെ ഹൃദയങ്ങൾ വസിക്കേണ്ട ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണ്ടതിനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവെ, തിരുഹിതത്തിന് ചേരാത്ത ലോകത്തിന്റെ വഴികളിൽ നിന്നും ദുഷ്ടനായവന്റെ കെടുതികളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ കൃപയാലും ഇപ്പോൾ ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥ എന്റെ ജീവിതത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് തുണയ്ക്കണമേ. അങ്ങനെ ഇവൻ അങ്ങയുടെ പുത്രന്റെ മരണത്തിൽ ഓഹരിക്കാനായതുപോലെ അങ്ങയുടെ അവിടുത്തെ പുനരുദ്ധാനത്തിലും ഓഹരിക്കാനാവുകയും ഒടുവിൽ അങ്ങയുടെ സർവ്വസഭയോടും കൂടെ ഇവൻ അങ്ങയുടെ നിത്യരാജ്യത്തിന് അവകാശികളായി തീരേണ്ടതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. എഴുപത്തിനാലാമത്തെ പുറത്തെ പ്രതിജ്ഞ സഭ പറയേണ്ടതാണ്. ആരാധനക്രമം 74. ആരാധനക്രമം 74. പ്രിയപ്പെട്ടവരെ, ഈ പൈതൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ക്രിസ്തു സഭയുടെ അംഗങ്ങൾ എന്ന നിലയിലുള്ള നിങ്ങളുടെ വിളിയിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുമോ? ഈ പൈതൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിന് ഒരിക്കലും ലജ്ജിക്കാതെ അവരുടെ ജീവാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്തദാസരായി നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.
ജന്മനാൾ സ്തോത്രം അർപ്പിച്ചിരിക്കുന്നു. ശോഭാരത്നം ജഗതിയുടെ നാലാഴ്ച കുടുംബ കാണിക്ക ജെറിൻ ആൻഡ് ഫാമിലി കാരകോണം. കുടുംബ കാണിക്ക ജഗതി കാരരത്നം ആൻഡ് ഫാമിലി നാലാഴ്ച. ഡാരൻ ജെറിൻ പ്രത്യേകമായി കാണിക്കുന്നു. ദൈവസ്മൃതിയിൽ അർപ്പിച്ചിരിക്കുന്ന നേർച്ച വഴിപാടുകൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ കാണിക്ക നൽകുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് അവസരം നൽകിയതിനായ സ്തോത്രം. ഒരാഴ്ച ഞങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ പാർത്ത് അനേക നന്മകൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഭവനമായ ആലയത്തിലേക്ക് ഓടിയെത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായ നന്മകളെ ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ, കാണിക്കയായി അതിനെ സമർപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തിരിക്കുക. സ്തോത്രം. ജന്മനാൾ ആഘോഷിക്കുന്ന പ്രിയമായുള്ള തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം ദൈവകൃപയിൽ അവിടെ നിന്ന് വഴി നടത്തിയല്ലോ. തുടർന്ന് അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ. പ്രവേശിക്കുന്ന വർഷത്തെ അനുഗ്രഹിച്ചു നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വർഷം ദൈവമേ അതിനെ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ല വർഷമായി തീരുവാനും അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് യാചിക്കുന്നു. ദൈവമേ, കുടുംബ കാണിക്ക് അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് അവിടുന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കുടുംബമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചിരിക്കുന്നതിനെ ഓർത്ത് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളും അവിടെ നിന്ന് തന്നെ നായകനും നടത്തിപ്പുകാരനും ആലോചകനും വഴികാട്ടിയുമായിരിക്കണമേ. ഓരോ കുടുംബങ്ങളുടെ ദൈവത്തിൻ്റെ ആലോചനയിൽ തന്നെ നടക്കുവാൻ കൃപ ചെയ്യുന്നു. സ്വന്തം ആലോചനയിൽ നടക്കുവാൻ ആരെയും അനുവദിക്കരുത്. ദൈവത്തിൻ്റെ കൃപ എല്ലാ കുടുംബങ്ങളോടും കൂടെ ഇരിക്കണമേ. ദൈവം സ്നാനം കാണിക്ക് സമർപ്പിച്ച പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പൈതലിനോട് കൂടെ ഇരിക്കണമേ. പൈതലിനെ സ്നാനപ്പെടുത്തി ആ കുടുംബം തുടർന്ന് അവർ ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർത്തുവാൻ ദൈവം കൃപ ചെയ്യണം. അനേകം പൈതങ്ങൾ പ്രായം മുതൽ തന്നെ തിന്മയിലേക്ക് പെട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ പൈതൽ യേശുവിന്റെ നോട്ടത്തിൽ തന്നെ എപ്പോഴും ആയിരിക്കുവാൻ കൃപ ചെയ്യണം. ശത്രു കാണാതെ ദുഷ്ടം തൊടാതെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. അങ്ങനെ ദൈവകൃപയിൽ വഴി നടത്തണം. അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ച എല്ലാ കാണികളെയും വാഴ്ത്തി അനുഗ്രഹിക്കുക. യേശുവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രത്യേകമായിട്ടുള്ള അറിവുകൾ ഇല്ല, എന്നാലും നമുക്ക് അറിയാവുന്നതുപോലെ ഒരു പ്രാർത്ഥനയുടെ ആയിരുന്നു. ഒരു വളരെ വിജയൊക്കെ ഉണ്ടായി. അത് നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ ബിഷപ്പായിരുന്ന റിട്ടയർമെൻറ്റ് അതിനെ അവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ഒന്നും ബോധ്യം വന്നിട്ടില്ല. എന്തായിരുന്നാലും ഇതൊന്നും നമ്മുടെ കാര്യങ്ങളല്ല. നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ അതിലും പള്ളിയിൽ ഇനി ആരാധന ഉണ്ടാകുമോ ഇല്ല എന്തെങ്കിലും അത് നമ്മുടെ കാര്യമല്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്നു. ഇവിടെ വേറെ ആറ്റം ബോംബന്മാരും ഉണ്ടാകുന്നില്ല. നമ്മൾ ആരാധിക്കാൻ കടന്നു വരുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ദൈവം അനുവദിക്കുന്നിടത്തോളം നമുക്ക് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിന് ഈ കാര്യാദികളൊന്നും ഒരു കോട്ടവും ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിക്കാനാണ് നമ്മുടെ പ്രധാന കാര്യം. മറ്റെന്തെല്ലാം കാര്യങ്ങൾ പല കാര്യങ്ങളും ലോകത്ത് നടക്കും. നമ്മെ ദോഷപ്പെടുത്തുന്നത് നമ്മുടെ കാര്യങ്ങളാണ്. ഞാനിവിടെ ആലോചിച്ചുകൊണ്ടിരുന്നത് മുഴുവനും എപ്പോഴും അഹങ്കാരത്തോടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും ചിട്ടയുള്ള ഒരു സഭ ലോകത്തില്ല. സഭയുടെ ഒരു ദോഷവും സംഭവിക്കുക. പിന്നെ ഇങ്ങനെ മനസ്സിലായാലും ടൈറ്റാനിക് കപ്പലിൻ്റെ നിർമ്മാണം അവർ പറഞ്ഞത് മുങ്ങയില്ല. ശരിയാണ്, അതിൻ്റെ എഞ്ചിനീയറിംഗ് രീതി അതിന് മുങ്ങാനെ അനുവദിക്കില്ല. എത്ര തന്നെ 10 മീറ്റർ കടൽ തിര ഉയരുന്നിടത്ത് പോലും അതിനെ മുങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകാൻ അതിന് സാധിക്കില്ല. അതുതന്നെയാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ്. പക്ഷേ അത് ഓട്ടിച്ചിരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ശ്രദ്ധയോടെ ഓടിയത് മഞ്ഞ കണ്ടപ്പോൾ അവർ ഇപ്പോഴെ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, എഞ്ചിനീയറിംഗ് അതിൻ്റെ വിഭാഗം പറയുന്നതാണ്. കപ്പിത്താൻ യങ് കപ്പിത്താൻ അതിനെ സ്റ്റോപ്പ് ചെയ്തു, എഞ്ചിനെ സ്റ്റോപ്പ് ചെയ്തു. അതാണ് ശരിയായിട്ടുള്ള ഡിസിഷൻ. എന്താണെന്ന് പറഞ്ഞാൽ ആ ഒഴുകി വരുന്ന ഇത് തട്ടി അത് മുട്ടും, പക്ഷേ ചെറുതായിട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇതങ്ങനെയല്ല. അത് പറയുന്നത് ഫുൾ തോട്ടിൽ ഏറ്റവും ശക്തമായ വേഗതയിൽ ഇടുവാനായിട്ട് സീനിയർ കപ്പിത്താൻ പറഞ്ഞു. അവരുടെ തെറ്റായ ഡിസിഷനാണ്
ആ കപ്പൽ ആ വേഗതയിൽ ചെന്ന് മഞ്ഞുമലയിൽ ഇടിച്ചു. അതിൻ്റെ വേഗതയും ഇതിൻ്റെ വേഗതയും അതെന്തോ ആണ് പറയുന്നത്, എന്തോ ഒരു ഇനർഷ്യ എന്ന് അതിനെ പറയും, കാൽക്കുലേറ്റ് ചെയ്തു. അതിലാണ് എൻ്റെ അടിഭാഗം എന്നെ താഴ്ന്നു. അടിഭാഗം നല്ല രീതിയിൽ അതിന് മുറിവേറ്റ് അത് മുങ്ങുവാനായിട്ടിടയായി. ദൈവം നമ്മെ വളരെ നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങൾ. നമ്മുടെ ആന്തരികമായ നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ സഭാജീവിതങ്ങളും മാത്രമേ നമുക്ക് ദോഷമുണ്ടാകൂ. പുറമേ നിന്ന് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. കാരണം ദൈവശക്തമായ വേലിക്കെട്ടാണ് നമുക്ക് ചുറ്റും വെച്ചത്. തിരുവചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ യോബ് പറയുന്നത്, നീ അവനെ ശക്തമായ വേലിക്കെട്ടല്ലേ വെച്ചിരിക്കുന്നു. അവൻ്റെ തൊക്കിനൊന്നും വരികയില്ല, അവൻ്റെ സമ്പത്തിനൊന്നും വരികയില്ല, അവൻ്റെ സമ്പത്തിനെ കൊടുത്തിരിക്കില്ല, അവൻ തൊക്ക് കൊടുത്തിരിക്കുന്നുണ്ടില്ല. ആ ദൈവം അങ്ങനെയാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ആന്തരികമായ സംഘർഷങ്ങളും തെറ്റായ തീരുമാനങ്ങളും തിന്ന പ്രവർത്തികളും നമ്മളെ ദോഷപ്പെടുത്തും. അതുകൊണ്ട് ചുരുങ്ങിയ ദിനമായിട്ട് നമുക്ക് കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുന്ന ഒരു ദിനമായിട്ട് കാണപ്പെടുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. 77-ാമത്തെ പാട്ടുപാടി നമുക്ക് ഇന്നത്തേക്കുള്ള വചന ശുശ്രൂഷ നിർവഹിക്കും. ദേവാത്രിയേകായ യഹോവ താ നിന്നാത്മനെ ദേവാൻ തുടങ്ങുന്ന 77-ാമത്തെ പാട്ട്.
കാരണമാണ് വാഴ്ത്തപ്പെട്ട സ്വർഗസ്തുതിതാവേ നല്ല ദൈവമേ, ഈ ദിവസത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വേളയ്ക്ക് സ്തോത്രം. പുനരുദ്ധാനം കഴിഞ്ഞ് രണ്ടാമത്തെ ഞായറാഴ്ച ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ദൈവമേ, ഈ ആരാധന നടത്തി അവിടുത്തെ പരിശുദ്ധ വചനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വചനത്തെ ഞങ്ങളത് വാഴ്ത്തി അനുഗ്രഹിച്ചു. നിങ്ങൾ വചനം കേൾക്കുന്ന ഈ പ്രിയ മക്കളെ, വചനം സംസാരിക്കുന്ന ബലഹീനായ അടിയനെ അവിടുത്തെ ക്രൂശിന്റെ പുറകിൽ മറച്ചുകൊള്ളുന്നത് യേശുവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. പേര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉയർപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് ഉയർത്ത കർത്താവിനോട് ചേർന്നുള്ള തിരുവചന പുനർവായന എന്നുള്ളതാണ് വിഷയം. റീഡിങ്, പുനർവായന. എന്താണ് റീഡിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഓൾറെഡി വായിച്ചിട്ടുണ്ട്, അതിനെ ഒരിക്കൽ കൂടെ വായിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ആശയമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു സങ്കീർത്തനം 23 നമുക്ക് കൂടുതൽ ജനകീയ പോപ്പുലർ. ആ സങ്കീർത്തനത്തെ ഒരിക്കൽ വായിച്ചു നോക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ വായിച്ചു നോക്കും, വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചു നോക്കും. അപ്പോഴത്തേക്ക് അതിന്റെ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വീണ്ടും ആശയം മാറും. കാണാതെ ആദ്യം പഠിച്ച വേദോസ്തവം, വളരെ കുഞ്ഞില് ഞാൻ പഠിച്ച വേദോസ്തവമാണ്. ഇംഗ്ലീഷിലും കാണാതെ തന്നെ ആ വേദോസ്തവം വീട്ടിൽ നിർബന്ധമായിട്ട് പഠിപ്പിച്ചത്. കുറേ സങ്കീർത്തനങ്ങൾ അങ്ങനെ പഠിക്കും. 91, 103, 32, 1-ാം സങ്കീർത്തനം, ഇതെല്ലാം 51, ഇതൊക്കെ തന്നെ സങ്കീർത്തനങ്ങളൊക്കെ പഠിപ്പിക്കുകയും അതിന് ഇംഗ്ലീഷിൽ നിർബന്ധം പഠിക്കുകയും ചെയ്യണം എന്നൊക്കെ ഉള്ള ചിട്ട വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ സങ്കീർത്തനം 23 വായിച്ച് അതിന്റെ പുനർവായന നടന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ഇതിനെ ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ ഒരു രസമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ വരാനൊക്കെ കൂരിരുളിന്റെ താഴ്വരയിലൂടെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? പൈതലിന് സുഖമില്ലാതിരുന്നാൽ മതി, വേറെ കാര്യമൊന്നും വേണ്ട, നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വയറിളക്കം 2-3 പ്രാവശ്യം ആയാൽ മതി, ഛർദ്ദിക്കുന്നത് 1 പ്രാവശ്യം ആയാൽ മതി. പിന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്ന മക്കളെ ദൂരെ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു നല്ല സന്ദേശം കേട്ടില്ലെങ്കിൽ, 5 പ്രാവശ്യം വിളിച്ച് 6-ാമത്തെ പ്രാവശ്യം എടുത്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ തണുത്ത ഐസ് കൂരിരുളിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പൊ ഈ സന്ദർഭത്തില് ആരെങ്കിലും പറയാനുള്ള ജനങ്ങൾ വിളിക്കുന്നു, ഇങ്ങനെ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട്, പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 23 വായിച്ചു നോക്കാൻ പറയും. കൂരിരുളിൽ താഴ്വരയിലൂടെ നടന്നാണ് ഒരനർത്ഥവും ഭയപ്പെടുക. നമ്മൾക്ക് അതാണ് പുനർവായന. സന്തോഷമുള്ള സന്ദർഭത്തിൽ വായിക്കുമ്പോൾ വേറൊരു ആശയം ലഭ്യമാണ്. അതാണ് ഇവിടെ പറയുന്ന റീഡിങ്, പുനർവായന. കർത്താവിനോട് ചേർന്നുള്ള പുനർവായന. എങ്ങനെയുള്ള കർത്താവിനോട്? ഉയർത്ത കർത്താവിനോട്. വളരെ രസകരമാണ്, അല്ലേ? വലിയ ഉത്തരവാദിത്വമാണ്. വെറും കർത്താവിനോടുമല്ല, പുനർവായന തനിയല്ല, കർത്താവിനോടാണ്. വെറും കർത്താവിനോടല്ല, ഉയർത്ത കർത്താവിനോടാണ്. ഇപ്പൊ നിങ്ങൾ പല ആളുകളും പ്രസംഗിക്കുന്നത് കേട്ടാണ്. പലരും വേദപുസ്തകം വെച്ച് പ്രസംഗിക്കും. അപ്പൊ പ്രസംഗിക്കുന്ന വളരെ ആധികാരികമായിട്ടൊക്കെ പ്രസംഗിക്കും. ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ ഈ വേദപുസ്തകത്തിന്റെ വചനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആധികാരികമായി പഠിച്ചിട്ടുണ്ടോ? അവർ ചോദിക്കുക, എന്താണ് ഉദ്ദേശിച്ചത്? സെമിനാരിയിൽ വല്ല പഠനം നടത്തിയിട്ടുണ്ടോ? അതിന് വേദപുസ്തകത്തിന്റെ വചനം പഠിക്കുന്നതിന് ആളുകളെ പഠിപ്പിക്കുന്ന സെമിനാരി പഠിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് വേദഭാഗത്തെ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പലപ്പോഴും വെളിപാടെടുത്താണ് പ്രസംഗിക്കുന്നത്. അവിടുത്തെ ഒരു മൃഗമെന്നൊരു പ്രയോഗമുണ്ട്. അത് വെച്ച് ഞാനൊരു പ്രസംഗം കേൾക്കാനിടയായി. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചു, ഞാൻ മദ്രാസിലെ MTA ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തീസിസ് എഴുതുന്ന സമയത്ത് ദൂരെ ചെന്ന് ഒരു ബസ് കയറി വേറൊരു ബസ് കയറിയാണ് നമ്മൾ മലയാളം സാധിച്ചത്. അത് ഒഴിവാക്കാനായിട്ട് റോഡ് ക്രോസ് ചെയ്ത് അത് ബാരിയർ വെച്ചിട്ടുണ്ട്, ബാരിക്കേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പുരുഷോത്തം എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഒറ്റച്ചാട്ടം ചാടി അപ്പുറത്ത് ചാടി അവിടെ പോകുമ്പോൾ ആരാധന നടന്നു. വലിയ ആരാധന, 5000 പേരിലധികം വരും. അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്ന വലിയൊരു ആരാധന.
അപ്പൊ അവിടുത്തെ ഒരു സമയം എങ്ങനെയാണ് മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വരാൻ പോകുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അത് ഞാൻ 4 പുസ്തകങ്ങൾ ഈ വെളിപാടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അമൃതം തിരുമേനി ഉണ്ടായിരുന്ന ബാസ്റ്റൻ ദീലങ്ക എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഈ വെളിപാട് അതിനെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയുടെ ഒരു പുസ്തകമുണ്ട്. അതുപോലെ നമ്മുടെ എം തോമസ് എഴുതിയ പ്രമുഖ ഡോക്ടർ എം തോമസ് എഴുതിയ പുസ്തകമുണ്ട്. അതിൽ പല 4 പുസ്തകത്തിലും ഈ ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത് അന്നത്തെ രാജാവിനെയാണ്, ചക്രവർത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാട് കടത്തി ക്രിസ്തു മതത്തെ നിരോധിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ചക്രവർത്തിയാണ് മൃഗം എന്ന പദം ഉപയോഗിച്ച് അവിടെ പറയുന്നത്. ചക്രവർത്തിയെ മൃഗമെന്ന് ചക്രവർത്തി എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനി വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് മൃഗമെന്ന് ഉദ്ദേശിച്ചത് ആരാണ്. കാരണം അവരുടെ ഇടയിലുള്ള രഹസ്യ ഭാഷയാണ് മൃഗം എന്ന് പറഞ്ഞ ചക്രവർത്തി, ബീസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ചില സിഗ്നൽസും ഉണ്ട്. ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയാൻ ഒരു സിഗ്നൽ ഉപയോഗിക്കും. ആ ക്രിസ്ത്യാനി എന്ന് തോന്നണം മുഖം കാണുമ്പോൾ തന്നെ ഇവരൊരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നും. ഇവിടെ അടുത്ത് ക്രിസ്ത്യാനിയാണെന്ന് ചോദിക്കുക. പകരം കാലിന്റെ പെരുവിരൽ കൊണ്ട് മത്സ്യത്തെ വരയ്ക്കൊരു മത്സ്യം. അന്ന് ക്രിസ്ത്യാനിയുടെ ഒരു ചിഹ്നമായി ഉപയോഗിച്ചിരുന്നത് മത്സ്യമാണ്. ഇവിടെ മറ്റേ ആള് നോക്കുന്നു, കാൽ വരയ്ക്കുന്നു, മത്സ്യം വരയ്ക്കുന്നു. അവിടെ ഇയാള് മത്സ്യം വരയ്ക്കും. ഇവിടെ ക്രിസ്ത്യാനി അവനെ ഏറ്റുകൊള്ളുന്നു. അപ്പൊ അതുപോലെ ഉപയോഗിച്ച ഒരു പദം. അപ്പൊ ഇങ്ങനെ ആ കോണ്ടസ്റ്റിനനുസരിച്ച് പഠനം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. ഇന്നുള്ള വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരു ചെറിയ സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതം, ലോകത്തെ ഏറ്റവും മനോഹരമായ പർവ്വതം, ആൽപ്സിന്റെ ആ മലമടക്കുകളിലുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ കാശ്മീരിനെ തന്നെ പറയുന്നത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ്. അപ്പൊ അത്ര മനോഹരമായ ആ സ്ഥലം. ഈ ഉയർന്ന ആ കൊടുമുടി, ആൽപ്സിന്റെ കൊടുമുടി, വലിയ പാറ ഉയർന്ന അത് മഞ്ഞ് നിറഞ്ഞിരിക്കും. അത് വസന്തകാലത്ത് അതിലേക്ക് സൂര്യൻ അടിച്ച് സ്വർണം തിളങ്ങുന്നത് പോലെ തിളങ്ങും. ഈ സന്ദർഭത്താണ് പർവ്വതാരോഹണക്കാര് ഈ കൊടുമുടി കീഴടക്കാൻ പറയുന്നത്. അവര് പോകുമ്പോൾ മുഴുവൻ അത് നോക്കി പരസ്പരം ചിരിച്ച് സന്തോഷിച്ചുമാണ് ഈ സംഘത്തിലുള്ളവർ പോകുന്നത്. എന്നാൽ ചില സന്ദർഭത്ത് പെട്ടെന്ന് തന്നെ അവിടെ മഞ്ഞ് വന്ന് കയറുമ്പോൾ ഈ അന്തരീക്ഷം ആകെപ്പാടെ കലുഷിതമായി മാറുകയും പർവ്വതത്തിന്റെ മനോഹാരിത കാണാതെയാവുമ്പോൾ ഈ ചിരിച്ചും കളിച്ചും സംസാരിച്ചും പോകുന്നവരുടെ മുഖം മ്ലാനവതമാണ്. അവരൊന്നും മിണ്ടാതെ നിരാശയിലാണ് പിന്നെ യാത്ര ചെയ്യുന്നത്. ഇതിന് എപ്പോഴാണ് ഇത് അവർക്കിത് കാണാനും അത് അനുഭവിക്കാനും കൂടെയാണ് അവർ പോകുന്നത്. ചിലപ്പോൾ 1-2 ദിവസം അങ്ങനെ നിൽക്കും. അത്ര യാത്ര മന്ദീഭവിക്കും, സംസാരങ്ങളും ചിരിയും കളിയും ഇല്ലാതെയാവും. വീണ്ടും അത് കാണുമ്പോൾ അവർ ചിന്തിച്ച് സന്തോഷിച്ച് കളിച്ചു പോകും. ഇതാണ് ഈ ഒരു കഥയായിട്ട് നിങ്ങളോട് പറയാറ്. ഇവിടെ 2 പേര് യാത്ര ആരംഭിക്കുകയാണ്. എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ പോകും. അവരോട് അനുഭവത്തെ ചേർത്താണ് ഇന്നത്തെ പുനർവായന, ക്രിസ്തുവോട് ചേർന്നുള്ള ഉദ്ധിതനായ ക്രിസ്തുവോട് ചേർന്നുള്ള ആ തിരുവചനത്തിന്റെ പുനർവായന നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷ വേദഭാഗമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ടത് 24 ലൂക്കോസ് 24 13 മുതൽ 27 വരെയാണ്. എന്നാൽ 35 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടും. ദയവായിട്ട് ശ്രദ്ധിക്കുക. ലൂക്കോസ് 24 13 മുതൽ 35 വരെ അത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അവന്റെ ശിഷ്യന്മാർ ഭയവും നിരാശയും ഉള്ളവരായി പരസ്യമായി പ്രത്യക്ഷപ്പെടാതെ പലരും ഒളിവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ ഉയർപ്പിന്റെ വാർത്ത അറിഞ്ഞ അന്ന് തന്നെ 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി. അതിൽ ഒരാളുടെ പേര് ക്ലെയോപ്പാവ്. അയാളുടെ പേര് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. മറ്റൊരാളിനെ പറയുന്നത് സഹയാത്രികൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു സഹപ്രവർത്തകനായിരിക്കാം. എന്നാൽ അത് മർക്കോസ് വിശേഷത്തിൽ അതാര അവിടെ അതിനെ പറയുന്നതിന് ഞാൻ പിന്നീട് അത് പറയാം. അപ്പൊ യാത്രാമധ്യേ സംഭവിച്ച ക്രിസ്തു ദർശനം, തിരുവചന പഠനം, അതാണ് ചിന്തയ്ക്ക് ആഹാരം.
അവർ പോകുന്ന വഴിക്കുണ്ടായ അവരെ ക്രിസ്തു കാണുന്നത്, ഒരു പഠനം നടക്കുന്നതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ വളരെ കൂടുതൽ വിസ്തരിക്കാതെ തിരുവത്താഴമുണ്ട്, അതുകൊണ്ട് സമയത്തിന് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധയോടെ ഇരിക്കുക. പുനർവചന ചിന്ത അകക്കണ്ണുകളെ തുറക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യെരുശലേമിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് ക്ലെയപ്പാവും മറ്റൊരു വ്യക്തിയുമാണ്. എമ്മൗസ് ആണ് ലക്ഷ്യം. എമ്മൗസിന്റെ ജന്മദേശം, ക്ലെയപ്പാവിന്റെ ജന്മദേശം എന്ന് പറയുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം. അപ്പൊ അവര് ഈ 7 മൈൽ, യെരുശലേമിൽ നിന്ന് 7 മൈൽ അപ്പുറത്തുള്ള എമ്മൗസിലേക്ക് യാത്രയാവുകയാണ്. ഒരു യാത്രയാവുന്നത് ഇത്ര തിരക്കിട്ട് പോകുന്നത് എന്തിനാണ്? കാരണം അവിടെ പറയുന്നത് ഒഴിഞ്ഞ കല്ലറ അവന്റെ കൂട്ടത്തിലുള്ളവർ കണ്ടു. അപ്പോ സ്ത്രീകളും പോയി കണ്ടു, അവരും ഒഴിഞ്ഞ കല്ലറ കണ്ടു. അവരും വന്ന് പറഞ്ഞു, കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു, ഞങ്ങൾ യേശുവിനെ ദർശിച്ചു. അത് കണ്ട കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഇവര്. അപ്പോ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഭയന്നുപോയി, ഭയചകിതരായി, സംശയം. അപ്പൊ അവര് അതുമുതലുള്ള കാര്യങ്ങളാണ് അവര് കാണുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും അവര് കാണുന്നില്ല. പലപ്പോഴും നമ്മൾക്കും അങ്ങനെ തന്നെയല്ല. നമ്മുടെ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ മാതാപിതാക്കൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ അവരോട് കൂടെ വളർന്നവരാണ്, അവർ നമ്മളെ വളർത്തിയതാണ്. ചെറിയൊരു പനി വന്ന മോടി പൊതിച്ച് അവിടെ കിടക്കുന്നു, അല്ലെ ഒരു ദിവസം ആഹാരം കഴിക്കേണ്ടതാണ്. ശകലം കൂടെ പനിയും അല്പം ചുമയും കൂടെ ഉണ്ടെങ്കിൽ ആ തുളസിയും കുരുമുളകും ഒക്കെ ഇട്ടൊരു കാപ്പി കൊടുക്കാം. അത് കുറച്ച് പറയാന്നിരിക്കണമെങ്കിൽ പറയും കുരുമുളക് വെള്ളി എല്ലാം ഇട്ട് ആവി പിടിക്കാൻ. പിന്നെ ഇത് പറയുമ്പോൾ അതിൽ കുറച്ച് ചുക്കും അതിൽ തിപ്പിലിയും ഒക്കെ കൂടെ ചേർത്ത് കാപ്പി കൊടുക്കാം. ഇതെല്ലാം നമ്മൾ 2 ദിവസം കിടന്നിട്ട് സുഖമായിട്ട് എണീറ്റ് പോയിട്ടുള്ളവരാണ്. പക്ഷെ ഇപ്പോ നമ്മളൊരു ഇങ്ങനെ ജലദോഷം പനിയോ എന്തെങ്കിലുമൊക്കെ വന്നു പോയാൽ നമ്മള് ഇപ്പോഴും മുതലുള്ളതാണ് നമ്മുടെ അനുഭവം. അയ്യോ, എന്ത് സംഭവിക്കും? ആകെ തണുത്തുറഞ്ഞു പോകും. എവിടെ കൊണ്ടുപോകാം? ഏത് ചൈനീസ് സ്പെഷ്യൽ എല്ലാം വണ്ടി പിടിക്കട്ടെ, മാത്രം ഗീത്ത് കോലാഹല. നമ്മുടെ മാതാപിതാക്കളോടൊപ്പം വളർന്നവരാണ് നമ്മൾ. ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ മാമയുടെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അതൊക്കെ ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ കണ്ടാപ്പ എങ്ങനെയാണ്, ഇതൊക്കെ 5 സഹോദരന്മാർക്കിടയിൽ ഒരു സഹോദരിയാണ്, അതുകൊണ്ട് അപ്പനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ എങ്ങനെയൊക്കെ എടുക്കും. പെട്ടെന്ന് തന്നെ ഇടവന്നൊരു ശബ്ദം കേട്ടു. ഈ ചേച്ചി മാമയുടെ മകളുടെ കുഞ്ഞ് ഇങ്ങനെ പടിയിൽ അടിച്ച് മുഖം അടിച്ചു പിടിക്കും. അപ്പോൾ പണ്ടത്തെ വാതിലിന് അടിപ്പടിയും ഉണ്ടല്ലോ, അതിലാണ് അടിച്ചു പിടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വീങ്ങി ഈ ചേച്ചി എടുത്തുകൊണ്ട് വന്നിട്ട് അയ്യോന്ന് നിലവിളിച്ച് കിടന്നു. ഭയങ്കരമാണ്. മാമി ദേഷ്യം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, നീ അടുക്കളയിൽ ചെന്ന് കുറച്ച് ഇഞ്ചിയും എടുത്തോളാം. ഞാൻ പെട്ടെന്ന് ഇഞ്ചി എടുത്തത് അതിനെ ചവച്ച് അരച്ച് വൃത്തി അരച്ചിട്ട് മൂക്കിലോട്ട് ഊതി കൊടുക്കണം. അപ്പോൾ ഒന്ന് ബോധം കെട്ടതൊക്കെ എടുക്കണം. ഇവിടെ മാത്രം വീങ്ങില്ല. ഞാൻ മൂക്കിൽ ഉരുക്കി ഊതിയാൻ കൊടുത്തു. 2 തുമ്മൽ എണീറ്റ് അത് വേറെ കാര്യത്തിന് പോയി കാര്യങ്ങളില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നോക്കും, നമ്മൾ അതുമുതലാണ് കാണുന്നത്. ഇവിടെ ഉയർത്ത കർത്താവിനോട് കൂടെ, കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് വരെ കൂടെ ജീവിച്ചു, കർത്താവ് പഠിപ്പിച്ചതും പഴയ നിയമം പഠിപ്പിച്ചതും ഇതെല്ലാം ഒരു പ്രയോജനമില്ല. അപ്പോഴും മുതലാണ് അവര് ഒഴുക്കിയാണ്, ഒളിവിടത്തിൽ പോയി. 2 പേര് അപ്പോഴും തന്നെ അവര് യാത്ര ചെയ്ത് അവരുടെ ജന്മനാട്ടിൽ. ഇനി ഇവിടെ സുരക്ഷിതമല്ല. സുരക്ഷിതം സ്വന്തം. അവിടെ പോകുമ്പോൾ ചിറ്റപ്പനുണ്ട്, വല്യപ്പനുണ്ട്, അണ്ണനുണ്ട്, അനിയനുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം എന്നെ തേടി യഹൂദന്മാർ വരികയാണെങ്കിൽ അവരവിടെ റെസിസ്റ്റ് ചെയ്യാൻ ആളുണ്ട്, ഞാൻ സുരക്ഷിതനാണെന്നുള്ള സുരക്ഷിത ബോധം, ബുദ്ധി, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പോവുകയാണ്. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, അമ്പ് വീഴുന്ന കണ്ടത്ത് നിൽക്കുകയില്ല. പ്രതിസന്ധി ഉള്ളിടത്ത് ഞങ്ങളില്ല. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്യാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരതിശക്തമായി തോള് വെച്ചുകൊണ്ട് നിൽക്കുക. എന്ത് വന്നാലും ഈ തോളിൽ ഞങ്ങൾ ചുമക്കും. എത്ര തോള് കടുത്താലും ആ സന്ദർഭത്ത് മാറിപ്പോകുന്ന ചിലർ. ഇവിടെ 2 പേര് അങ്ങനെ ബുദ്ധി, അവരുടെ ബുദ്ധി, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വളർച്ച കിട്ടി വന്നത്. അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാക്ടിക്കലാണ്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ബി പ്രാക്ടിക്കൽ.
അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാക്ടിക്കലാണ്. നമ്മുടെ ഇന്നത്തെ നിലവിലെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധി വന്ന് അയ്യോ മുങ്ങിച്ചാവാൻ പോണേ, അയ്യോ ഒരു രക്ഷയില്ലേ എന്നൊക്കെ ചിന്തിച്ചും നിലവിളിച്ചും ആകപ്പാടെ വിഷമിച്ചും ഇരിക്കുന്ന നമ്മുടെ ജീവിത സന്ദർഭത്ത് നമ്മെ ബലപ്പിക്കുന്ന അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവരെന്ത് ചെയ്യുന്നു? യാത്ര പോകുന്നു. യാത്ര തുടങ്ങുന്നത് രണ്ടുപേര് ചേർന്നാണ്. ആകെ രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, കർത്താവ് എന്തുകൊണ്ടാണ് അവരുടെ പറഞ്ഞത്? മുകളിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ യെരൂശലേമിൽ ഇരിക്കണം. നിങ്ങൾ മുകളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിങ്ങളെ ശക്തിപ്പെടും, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ശക്തിപ്പെടുവോളം നിങ്ങൾ യെരൂശലേമിൽ ഇരിക്കണമെന്ന് പറഞ്ഞ കർത്താവ് അവരെ പഠിപ്പിച്ചു. പക്ഷെ അതൊക്കെ അവരങ്ങ് മറന്നുപോയി. അവരിത് വളരെ സുരക്ഷിത ബോധത്തോടെ പ്രാക്ടിക്കലായിട്ട് അവർ രണ്ടുപേരും പോണ വഴിയിൽ അവരെന്ത് ചെയ്യുന്നു? തർക്കിച്ചു ഒക്കെയാണ് അവർ പോകുന്നത്. അപ്പൊ അവര് ചർച്ച ചെയ്യുന്നതിനിടയിൽ തർക്കിക്കുന്നുണ്ട്. സംഭാഷണം കൂടെ കൂടെ തർക്കത്തിലും പോകുന്നു. ലൂക്കോസ് 24:15 വാക്യം. അവരുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, സംഭാഷണങ്ങൾ പൂർണ്ണമായി അവരുടെ ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ്. ഈ യാത്ര തുടങ്ങിയത് മുതൽ, വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്ന, യാത്ര തുടങ്ങിയത് മുതൽ അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ ബുദ്ധിയാണ്. അവരുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് അവരുടെ ബുദ്ധിയാണ്. അവരുടെ തർക്കങ്ങളിൽ പെടുന്നവർ. ഈ സന്ദർഭത്ത് കർത്താവ് അവരോട് ചേർന്നിട്ട് നിങ്ങൾ എന്താണ് ഈ സംസാരിച്ചുകൊണ്ടൊക്കെ പോകുന്നത്? ഒരു സ്റ്റാർട്ടിങ് വേണമല്ലോ. ഇടിച്ചങ്ങോട്ട് നിങ്ങൾ പറയുന്നത് ശരിയൊന്നും അല്ല എന്നൊന്നും പറഞ്ഞാൽ പോലും ഒരു ക്രെഡിബിലിറ്റി വേണമല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ, നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി വേണം. അപ്പൊ നിങ്ങള് നോക്കി ഈ പറയുന്നതിന്റെ കാര്യങ്ങളുണ്ടോ? കാര്യകാരണ സംഗതിവശാലും കാരണവശാലും ഇതിന് വാല്യൂ ഉണ്ടോ? പ്രായോഗികമാണോ? തിരുവചനമായിട്ട് ഒത്തുപോകുന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കില്ല. അതുപോലെയാണ് ഇവിടെ കർത്താവ് അവരോട് ചേരുകയാണ്. What are you discussing with each other while you walk along? ഈ നടന്നുകൊണ്ട് തന്നെ പോകുമ്പോ ഇതെന്തോന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്? ചർച്ചകൾ എടുത്ത് എഴുതിയിരിക്കുന്നത് തർക്കിക്കുന്നു എന്നാണ്. തർക്കം, അത് സംഭാഷണം കൂടെ കൂടെ തർക്കത്തിൽ ഏർപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷകൻ പറഞ്ഞ തർക്കത്തിൽ ഏർപ്പെടുന്നു എന്നാണ്. ക്ലെയോപ്പാവ് പറയണ യെരൂശലേമിൽ ജീവിച്ചിരുന്ന പരദേശികൾ, നീ മാത്രം, നിനക്ക് മാത്രം അറിഞ്ഞൂടെ എന്താണ് സംഭവിച്ചത്? എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നതെല്ലാം ലൂക്കോസ് സുവിശേഷം 24:19 മുതൽ 24 വരെ അവർ വിവരിക്കുകയാണ്. അയ്യോ, ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രവാചകൻ, ദൈവത്തിന് മനുഷ്യരുടെ മുമ്പാകെ ഏറ്റവും യോഗ്യനായിരുന്നു ആ യൂദന്മാരെ പിടിച്ചവനെ കൊന്നതാണ്. എന്നിട്ട് അവനെ ക്രൂശിച്ചാണ്, അവനെ അടക്കം ചെയ്തു. മാത്രമല്ല, പ്രശ്നം മാത്രമല്ല, ഇന്ന് കാലത്തെ പറയുകയല്ല, അവൻ ഉയർത്തുന്നു. ഞങ്ങളുടെ സ്ത്രീകൾ പോയി നോക്കി, അവരും കണ്ടൊഴിഞ്ഞ കല്ലറ. ദൂതന്മാരോട് ഞങ്ങളുടെ കേട്ടോ, അവൻ ഉയർത്തിരിക്കുന്നു. അവർ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു. അവൻ പേർ ചൊല്ലി മറിയേ എന്ന് വിളിച്ചിരിക്കുന്നു. അയ്യോ, എന്തോന്നാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കലക്കിക്കളഞ്ഞു. ക്രിസ്തു അപ്പോഴേ ഇന്റർഫിയർ ചെയ്തു, ക്രിസ്തു റിയാക്ട് ചെയ്തു. അതാണ് പുനർവായന. ലൂക്കോസ് സുവിശേഷം 24:25 മുതൽ 27 വരെ ഈ പുനർവായന നടക്കുന്നു. അവർക്ക് എന്നിട്ട് അവിടെയൊക്കെ പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, ഇതെല്ലാം വായിച്ചിട്ട് ഗ്രഹിച്ചിട്ട് ഒന്നും മനസ്സിലാകാതെ നിങ്ങൾ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ വളരെ ബുദ്ധിയുള്ള സമീപനമായിട്ടാണ് നിങ്ങൾ ഈ കരുക്കളൊക്കെ മാറ്റുന്നത്. ഒട്ടും ബുദ്ധിയില്ല. എടുത്തതാ നിങ്ങൾ ഈ കുതിരയെ വെച്ചു, അവൻ വെട്ടി. നിങ്ങൾ വലിയ ബുദ്ധിയുള്ള സമീപനം എന്നാണ് പറയുന്നത്, പക്ഷെ ഒട്ടും വിജയമല്ല. ഇവിടെ നിന്ന് അങ്ങ് പോകാം, അവിടെ കുറച്ചുകൂടെ ബെറ്ററാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒട്ടും ബുദ്ധിയല്ല. നമുക്ക് അവിടെ പോകാം, തലമുണ്ടനം ചെയ്യാം, അവിടെ ചെന്ന് കബഡി എടുക്കാം. അപ്പൊ അവിടെ ചുടുകട്ടയും കൊണ്ടാണ് പള്ളിയിൽ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. അപ്പൊ അവിടുത്തെ പുരോഹിതൻ ചുടുകട്ട വാങ്ങിച്ചു വയ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ചേരം ബുദ്ധിയുള്ളതെന്നാണ്. അയൽവാസി മന്ത്രവാദം ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒന്ന് മുട്ട കൊണ്ടുവരാനായിട്ട് പോകും. അപ്പോൾ ഒരാള് എവിടെ പോകുന്നു ചേച്ചി?
ഞാൻ ഇന്ന അടുത്ത് പോകുന്നു, അവിടെ ഒരാളുണ്ട്, അയാൾ മന്ത്രവാദം ചെയ്യുന്നുണ്ട്, ചേച്ചി എനിക്കും കൂടെ ഒരു മുട്ട ഇതാ തന്നുകൊണ്ടുവരാണ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ബുദ്ധിയുള്ള സമയത്ത് അല്ല. മന്ദബുദ്ധികളെ, നിങ്ങൾ മന്ദബുദ്ധികളാണ്. ഇത് കർത്താവിന്റെ ഒരു ടോക്കാണ്, ഒരു രീതിയാണ്. സർപ്പസന്തതികളെ, പിശാചിന്റെ മക്കൾ, ഇതൊന്നും ഒരു ലോപമില്ല. ഇവിടെ പറയണം മന്ദബുദ്ധികളെ. നമുക്ക് സ്വല്പം കഴിയുമ്പോൾ ഇത് കേട്ട് തുടങ്ങുമ്പോൾ പിന്നെ മനസ്സിലാവും, അയ്യോ ഞാൻ എന്തുമാത്രം വലിയ ബുദ്ധിമാനെന്ന് വിചാരിച്ചു. ഞാൻ ഒട്ടും ബുദ്ധിമാനല്ല കേട്ടോ, ഞാൻ വെറും മന്ദബുദ്ധിയാണെന്ന് നമുക്ക് തോന്നും. ഈ പുനർവായന ഇത് നേരത്തെ വായിച്ചിട്ടുള്ള, ഒരിക്കൽ കൂടെ വായിക്കണം. കർത്താവ് അവരെ പഠിപ്പിച്ചു. എന്നിട്ട് എമൗസിലെത്തി കർത്താവ് അങ്ങോട്ട് മുന്നോട്ട് നടന്ന് തുടർന്ന് നടക്കാനുള്ള ഭാവം കാണിക്കുമ്പോൾ അവർ പറയുകയാണ്, അയ്യോ പോകരുതേ, നേരം വൈകി, അന്തിയായി, ഞങ്ങളോട് പാട്ട്. അതാണ് ആ പാട്ട്, ഹാ നേരം വൈകി അന്തിയായിരേ. ആ പാട്ട് കർത്താവെ ഞങ്ങളോടുകൂടെ പാർക്ക എന്ന് പറയുന്ന പാട്ട് രൂപം കൊണ്ട് മരണം കുഴിയിലേക്ക് ഈ കല്ല് എടുത്ത് വയ്ക്കുമ്പോൾ പാടേണ്ട ഒറ്റ പാട്ടേ ഉള്ളൂ, അബൈഡ് വിത്ത് മീ. പലരും അത് അറിഞ്ഞുകൂടാതെ ആ സന്ദർഭത്തിൽ അത് പാടാറില്ല. പകരം കൂരിരുളിൽ ആ പാട്ട് ഇതൊക്കെയാണ് പാടുന്നത്. ഏത് പാട്ട് പാടാം, അബൈഡ് വിത്ത്, ഞങ്ങളോടൊത്ത് പാർക്കുക. അപ്പൊ ഇത്രയും ഇതിനെ കടുപ്പിച്ച് പറയുന്നതിന് പ്രസക്തിയുണ്ട്. രണ്ടാമത് എന്ത് ചെയ്യുന്നു, അവനോടുകൂടെ അവരുടെ വീട്ടിലേക്ക് കൈക്കൊള്ളുന്നു, ഭക്ഷണത്തിനിരിക്കുന്നു. ഭക്ഷണത്തിനിരിക്കുമ്പോ കർത്താവ് ഭക്ഷണം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകി. അപ്പോഴവരുടെ കണ്ണ് തുറക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, അവർ ക്രിസ്തുവിനോടുകൂടെ അവരെ ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരുകയും ക്രിസ്തു ആ പുനർവായന അവരെ പഠിപ്പിച്ചത് അവരുടെ അകക്കണ്ണുകളെ തുറക്കുകയും ചെയ്യും. ഇതാണ് പുനർവിചിന്തനം. അകക്കണ്ണുകളെ തുറക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിനോട് ചേർന്നുള്ള തിരുവചനത്തിന്റെ പുനർവായന, റീഡിങ് നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുന്നു. ഈ അകക്കണ്ണുകളെ തുറക്കുക വളരെ പ്രധാനമാണ് കേട്ടോ. ബാഹ്യമായ കണ്ണുകളോട് കൂടെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളെ ഈ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ഞങ്ങൾ മറ്റു പലരെക്കാട്ടും ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങൾ അങ്ങനെയല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അത് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വിശ്വാസം എന്നുള്ള ഡെഫിനിഷൻ പറയുന്നു. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളെ നിശ്ചയം, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പണ്ടൊരു പ്രവാചകന് തന്റെ ശിഷ്യനുമായിട്ട് എടുത്തു പോകുമ്പോ അവനെ ആക്രമിച്ച് കീഴടക്കുന്നതിന്, നശിപ്പിക്കുന്നതിന് ശത്രു രാജ്യത്തിൽ നിന്ന് സൈന്യങ്ങൾ വന്ന് ചുറ്റും പാളയമിറങ്ങും. പ്രഭാതത്തിൽ ഈ ശിഷ്യൻ പുറത്തിറങ്ങി നോക്കുമ്പോ ഭയങ്കര സൈന്യം. ഇവ നിലവിളിക്ക്, അയ്യോ ഗുരുവേ, പ്രവാചക തീർന്നു കേട്ടോ, നിന്റെ കാര്യം തീർന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ ചൊല്ല്, നീ തീർന്നടാ പ്രവാചക, നിന്റെ കാര്യം തീർന്നു, എന്റെ കാര്യം തീർന്നു. നിങ്ങളോടും കൂടെ കൂടിയത് തെറ്റായി, ഈ മതത്തെ ഞാൻ സ്വീകരിച്ചത് തെറ്റായി, ഈ പള്ളിയിൽ ആരാധനയിൽ പോണത് തെറ്റായി, കൂട്ടായ്മ തെറ്റായി, തീർന്നു. അയാൾ ചെന്തോന്ന് നോക്ക്, രഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കണ്ടോ. അപ്പൊ പ്രവാചകൻ ഒരു പ്രാർത്ഥന, ദൈവമേ ഇവന്റെ കണ്ണുകളെ തുറന്നി, ശരിക്കുള്ളത് കാണാൻ. അങ്ങനെ ഇവ പുറമേക്കുള്ള കണ്ണുകളിൽ കൊണ്ടാണ് ഈ പ്രതിസന്ധിയെ കാണുന്നത്. ഈ പനിയുടെ തീവ്രതയും ഈ കടത്തിന്റെ ബുദ്ധിമുട്ടും ഈ പ്രതിസന്ധികളും മറ്റുള്ളവരിൽ നിന്നുള്ള ആക്രമണം, ഭയന്നിരിക്കുന്നതൊക്കെ കാണുന്നത് അവന്റെ കണ്ണുകൾ തുറന്നിട്ടാണ്. വലുതായിട്ട് അവൻ തുറന്നു കാണുകയാണ്. അപ്പൊ നീ കണ്ടു, എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ശരിയാണ്, നിന്റെ കണ്ണ് വലിയ കണ്ണില്ല, നീ തുറന്ന് വൃത്തിയായിട്ട് കാണും. അപ്പൊ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഇനി പോയി നോക്ക്. നോക്കിയപ്പോ അവർക്കും നമുക്കും മധ്യ സ്വർഗത്തിന്റെ സൈന്യം നിറഞ്ഞു നിൽക്കുന്നു. അവന്റെ അകക്കണ്ണുകളെ പ്രവാചകൻ ആ പ്രാർത്ഥിച്ച് തുറന്നു കൊടുക്കുകയാണ്. ഇവിടെ അകക്കണ്ണിനെ തുറക്കുകയാണ്. ഇവന്റെ കണ്ണ് തുറന്നു. അവരെന്ത് ചെയ്തു? അവൻ നമ്മളോട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പുനർവിചിന്തനം അവരുടെ അകക്കണ്ണുകളെ തുറക്കുന്നു. തുടർന്ന് ഒരു സീക്വൻസിൽ പറയുന്നുള്ളത് പുനർവിചിന്തനം ശരിയായ തീരുമാനത്തിലേക്ക് എത്തിക്കും. ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയത് ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് ശരിയായിരുന്നു.
അവരുടെ സ്വയം ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ്. ഇനി യെരൂശലേമിൽ പാർക്കുന്ന അപകടകരമാണ് തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ തിരുവചനം അവർ ഇതുവരെ പഠിച്ചതുപോലെയല്ല കർത്താവ് ഒരിക്കൽ കൂടെ പഠിപ്പിക്കുന്നത്. ഉദ്ധിതനായ ക്രിസ്തു വീണ്ടും തിരുവചനത്തെ പഠിപ്പിക്കുന്നത് മറ്റൊരു ആംഗിളിലൂടെയാണ്. കാരണം ഈ സന്ദർഭത്തിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആകെ കൺഫ്യൂസ്ഡ്. നേരത്തെ ഞാൻ പറഞ്ഞതിനെ ആവർത്തിക്കുന്നില്ല, ആകെ വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ തിരുവചനം പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ആംഗിളിലൂടെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? കർത്താവ് പഠിപ്പിച്ചപ്പോൾ അവരുടെ ബാഹ്യ കണ്ണുകളിലൂടെ അവരുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചെടുത്ത കണ്ട കാര്യങ്ങളും തീരുമാനങ്ങളും എല്ലാം തെറ്റാണ് എന്നവർക്ക് മനസ്സിലായി. തമിഴിൽ പറയില്ലേ, നെയ്പൊരുൾ കാൺപത് അറിവ്. നെയ്പൊരുൾ എന്ന് പറയുന്നത് യഥാർത്ഥ സത്യം കാണുന്നത്, അത് അറിവ്. എന്നാൽ ക്രിസ്തുമതം പറയുന്നത് എങ്ങനെയാണ്? അതൊന്നുമല്ല. നീ ബാഹ്യമായ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളല്ല, ആന്തരികമായ ഒരു വശം അതിനകത്തുണ്ട്. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ഹൃദയം കത്തിക്കൊണ്ട്, ഹാർട്ട്സ് ബേണിംഗ് വിത്നസ് എന്ന് പറയുന്നത് തന്നെ. ഹാർട്ട്സ് ബേണിംഗ് വിത്നസ്, അകത്ത് കത്തിക്കൊണ്ടിരുന്നു. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? ലൂക്കോസ് 24:32. യേശു തിരുവഴുത്തുകളെ തെളിയിച്ചാൽ ഉള്ള് കത്തും. ഉടൻ തീരുമാനങ്ങൾ ശരിയായി മാറും. നമുക്ക് പലപ്പോഴും പള്ളിയിലിരിക്കുമ്പോഴായിരുന്നാലും ഈ നല്ല ചാനലുകൾ ഓപ്പൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുമ്പോഴും നമ്മൾക്കിതൊന്നും മനസ്സിലാവാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ അതിനോടൊപ്പമായിരുന്നു ഉള്ളു കത്താത്തത് കൊണ്ടാണ്. ഇത് കടമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പള്ളിയിൽ വരുന്നതും വചനം കേൾക്കുന്നതും വീട്ടിൽ വെച്ച് നമ്മൾ TV ഓൺ ചെയ്ത് ചാനൽ കേൾക്കുന്നതും ഇതുമെല്ലാം കടമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇതിന്റെ പാർട്ടാണ്. നമുക്ക് ഇന്ന് ആരാധനയുടെ ഇൻഗ്രീഡിയൻസ് എന്താണ്? ഞാൻ ഇങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒരു പാട്ട്, ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ആഹ്വാനം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ട് പ്രയർ, പാട്ട്, ലിറ്റർജി, അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട്, വേറെ സങ്കീർത്തനം, വേറെ ഭാഗങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന, കാണിക്ക, അത് മറ്റൊരു പാട്ട്, പ്രസംഗം. അപ്പൊ ആരാധനയുടെ ഈ ചേരുവകളിൽ ഒന്നാണ് പ്രസംഗം എന്നുള്ളതിൽ കൂടെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് കത്താത്തതും, അതുകൊണ്ടാണ് തീരുമാനങ്ങൾ ശരിയായിട്ട് എടുക്കാൻ പറ്റാത്തത്. എന്തുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയില്ല? ജീവിതത്തിൽ എന്തുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയില്ല? ഈ പുനർവായന എന്തെങ്കിലും പ്രയോജനം വേണ്ടേ എന്ന് നമ്മളോട് പ്രസംഗിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വചനത്തെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഹാർട്ട്സ് ബേണിംഗ് വിത്തിൻ us. അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകും. ഓടിക്കൊണ്ടിരിക്കാനേ സമയം കിട്ടൂ. ഓട്ടത്തോടെ ഓട്ടമായിരിക്കും, ഒരിടത്തും ശമനം കിട്ടില്ല. അപ്പൊ ഇവിടെ ഉറച്ച ഒരു തീരുമാനം വരികയാണ്. ആ തീരുമാനം എന്താണ്? അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. ക്രിസ്തുവിനോടുള്ള പുനർവായന ഹൃദയം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയും ശരിയായ രീതിയിൽ അവിടെ ജ്വലിച്ചുകൊണ്ട് ഈ പഴുത്ത ഇരുമ്പ് ഹൃദയത്തിലേക്ക് ആണികൊണ്ട് ആ ജ്വലിച്ച് എഴുതുകയാണ് വചനം. ഇരമ്യാ പ്രവാചകൻ പറയുന്നത് ആണി കൊണ്ട് എഴുതിയിടുകയാണ്. ചുമ്മാ കോറി വെറുതെ വരച്ചൊന്നും. അപ്പോഴെന്താണ് ചെയ്യുന്നത്? ഉടൻ തീരുമാനങ്ങൾ ശരിയായി മാറും. ഒന്ന്, അതിഥിയായി തങ്ങളോടുകൂടെ പാർക്കാൻ പറയുന്നു. സഹോദര, നീ ഇന്ന് പോണ്ട, ഇവിടെ പാർക്കുക. രണ്ട്, ഫുഡ് ഷെയർ ചെയ്യണം. ഇവിടെ പാർക്കുമ്പോൾ അവന് ബെഡ് കൊടുക്കണം. ചെറിയൊരു വീടായിരിക്കും. മുമ്പ് അങ്ങനെയാണ് ഇവിടെ എത്രയും സുവിശേഷം പറഞ്ഞത്. ഏത് പ്രസംഗി വന്നാലും വീട്ടിൽ കൈക്കൊള്ളും. എൻ്റെ അപ്പൂപ്പൻ റവറണ്ട് മാനുവൽ കളിയിക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വലിയ കലത്തിലാണ് ഭക്ഷണമൊക്കെ ഉള്ളത്. മിക്ക ദിവസം നോക്കിയാലും ഏതെങ്കിലും പ്രസംഗം ഒരിക്കലും 4 പേരുണ്ട്. 2 പേർക്കാൻ കൂടി മുന്നശത്തൊക്കെ കിടത്തിയിരിക്കുന്നു. സിമെന്റ് എന്നുള്ള നമ്മളുടെ ഇതേപോലത്തെ ബെഞ്ച് പോലെ സിമെന്റ് അവിടെ കിടത്തിയിരിക്കുന്നു. ഇവരെല്ലാം വീട്ടിൽ കഴിക്കും. ഞങ്ങളുടെ വീട്ടില് ഒരു സന്യാസി വരുന്ന മിഷൻ വീട്ടിൽ ഒരുപാട് ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം വരുമ്പോൾ എൻ്റെ അന്യൻ ജോലി സെക്രട്ടറി വീടിന് ബോധം കെട്ടു. വന്ന സമയമാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മ ഓഫീസിൽ പോയിരിക്കുന്നു,
അപ്പനവിടെ ഇല്ല, സഹോദരിമാരെ ഞങ്ങളുടെ എല്ലാം കടന്ന് ഭയങ്കര വിളി. ഇയാളിൻ്റെ അടുത്ത് നെഞ്ചിലോട്ട് ചേർപ്പിച്ചൊരു ഭയങ്കര വിളി, യേശുവേ യേശുവേ എന്ന് നല്ല വിളിച്ച് ഭയങ്കരമായിട്ട് മുതുകിലൊക്കെ ഇട്ട് തടവി അതിനെ ശ്വാസം തിരിച്ചു വന്നു. ഒരുപാട് കാലം അദ്ദേഹം വരുന്നത് നോക്കി യേശുവിനെ പോലെ ഇരിക്കും. അങ്ങനെ വീട്ടിൽ കൈക്കൊള്ളുന്നു, വീട് തന്നെ ഷെയർ ചെയ്യുന്നു, ഭക്ഷണം ഷെയർ ചെയ്യുന്നു. ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ഈ വചനം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ കത്താത്തത് കൊണ്ട്, അതിങ്ങനെ ഉപരിപ്ലവമായിട്ട് ഒഴുകി പോകുന്നത് കൊണ്ടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ പുനർവായനയുടെ ഗുണം. അടുത്തത്, ഉടൻ യെരൂശലേമിലേക്ക് മടങ്ങുന്നു. നിന്റെ സ്ഥാനം ഇനി ഇവിടെ അല്ല. നിന്റെ വചനം കേട്ടത്, കർത്താവ് പറഞ്ഞത് വചനം കേട്ടപ്പോൾ തന്നെ ഒരു ഡിസിഷൻ, ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാണ്. അത് എന്റെ സ്വന്തം തീരുമാനത്തിൽ. ഇപ്പൊ കർത്താവ് പറഞ്ഞ വചനം എന്റെ ഉള്ളിൽ ഇരുമ്പ് ഇതിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. യിരെമ്യാ പ്രവാചകന്റെ അടുത്ത് പറഞ്ഞു, ചുരുൾ തിന്നുക, ഇനി നീ ഇങ്ങോട്ട് ഏമ്പക്കം വിടുന്നത് നിനക്കൊന്നും സ്വന്തമായിട്ട് പറയാൻ പറ്റില്ല. അത് മുഴുവനും ദൈവത്തിന്റെ പ്രവചനങ്ങളാണ്. ഓരോ പ്രവചനം പറയുമ്പോഴും ഓരോരുത്തരും എടുത്തിട്ട് തല്ലുകയാണ്, പൊട്ടക്കിണറിലിടുകയാണ്, ഞെരുക്കത്തിന്റെ അപ്പം കൊടുക്കുകയാണ്, ചെകിട്ടത്തടിക്കുന്നു. അവസാനം അവന് നിവർത്തിയില്ല. കാരണം എന്താണ്? അകത്ത് കിടക്കുന്ന ചുരുളനുസരിച്ച് വരും. പോളിഷായിട്ട് ഒന്നും അവന് പറയാൻ പറ്റുന്നില്ല. നിരാശയിൽ ഒരിടത്ത് പോയി ഇരുന്ന് കരയുകയാണ്. അയ്യോ എനിക്ക് മതിയായി ദൈവമേ, നിരാശയിൽ നിന്നതാണ്. അപ്പോഴാണ് അവന് വീണ്ടും ഈ അകത്ത് എഴുതിയിട്ടിരിക്കുന്നത് ഈ കത്തിജ്വലിക്കുന്ന രീതിയിലല്ലേ. അപ്പൊ അവൻ പറയാണ്, അയ്യോ എന്നെ കൊണ്ടുള്ള യു ഷട്ട് ഫയർ ഇൻ മൈ ഹാൻഡ്സ്, എന്റെ ഇതിനകത്ത് തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അവൻ വീണ്ടും ഉടൻ തന്നെ ഇറങ്ങുമ്പോ വീണ്ടും പറയുന്നത് ഈ പ്രവചന അകത്ത് കിടക്കുന്ന ചുരുളനുസരിച്ച് വീണ്ടും തല്ലുകൊള്ളു, വീണ്ടും കരയുന്നു. അപ്പൊ അവൻ എടുക്കുന്ന രണ്ടാമത്തെ തീരുമാനം, ഉടൻ യെരൂശലേമിലേക്ക് മടങ്ങുന്നു. അടുത്ത ഈ കോറിയിട്ടിരിക്കുന്നത് കൊണ്ട് ആ വചനം കത്തിജ്വലിച്ച് അത് അടുത്ത സംഭവം ഉയർത്ത കർത്താവിനെ സാക്ഷിക്കുന്നു. ലൂക്കോസ് 24:35 ഉയർത്ത കർത്താവിനെ സാക്ഷി. പ്രധാനമായിട്ട് 2 പോയിന്റ്. മൂന്നാമത്തത് ജസ്റ്റ് 2-3 വാക്കുകൾ പറഞ്ഞ അവസാനിപ്പിക്കും. പുനർവചന ചിന്ത സാധാരണ മനുഷ്യനെ ശ്രേഷ്ഠനാണ്. നമ്മളെല്ലാം സാധാരണ മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും പള്ളിയിലെ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ വലിയ കൊല്ലം പള്ളിയിലേക്ക് ഇരുന്നിട്ടുണ്ട്. വലിയ ആളുകളൊക്കെ വലിയ കാര്യം പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും വലിയ ആൾക്കാർ. അവിടെ സാധാരണ ലോക്കൽ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, നമ്മളെല്ലാം സാധാരണ മനുഷ്യരായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, നമ്മൾ ഭയങ്കര ശ്രേഷ്ഠരാണ്. എമോസിലേക്ക് പോകാനുള്ള തീരുമാനം സാധാരണ മനുഷ്യന്റെ ചിന്തകളിൽ വന്നതാണ്. അവിടെ ചർച്ചാ രീതി അത് അസാധാരണ മനുഷ്യരായില്ല, സാധാരണ മനുഷ്യൻ. പക്ഷേ കർത്താവ് കൂടെ ചേർന്ന് നടന്ന് തിരുവഴുത്തുകളിലെ ഒരു റീഡ് ചെയ്തപ്പോൾ അവരുടെ ഹൃദയം കത്തിജ്വലിച്ച് ഇപ്പൊ അസാധാരണ മനുഷ്യരാവുകയാണ്. കാരണം എന്താണ്? ആരുണ്ട് എന്നെ ഉപദ്രവിക്കാൻ, എന്റെ തലയെടുക്കാൻ ആരുണ്ട്? ഞാൻ കർത്താവിന്റെ സാക്ഷി. എനിക്ക് ഏത് യഹൂദനുണ്ട്, ഏത് റോമാക്കാരനുണ്ട്, എനിക്ക് മരണമെന്ന് പറയുന്നത് എനിക്ക് പ്രശ്നമല്ല. പട്ടിണിയോ വാളോ എന്തോ എനിക്കൊരു പ്രശ്നമല്ല. മരിച്ചാലും ഞാൻ കർത്താവിനോടുകൂടെ, ജീവിച്ചാലും കർത്താവിനെ ഉള്ളത് തന്നെ എന്ന് പറയുന്ന പൗലോസിന്റെ ആശയത്തിൽ ഇവൻ അസാധാരണ വ്യക്തിയായി, ശക്തി പ്രാപിച്ചവനായി ഇവൻ ഇതാ കടന്നു പോവുകയാണ്. സാധാരണക്കാരനെ അസാധാരണ വ്യക്തിയാക്കുന്ന. അപ്പൊ നമ്മളിപ്പോ ആരാണ്? ഈ വചനം ശരിയായിട്ട് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് വന്നത് സാധാരണ മനുഷ്യരായിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. ഇതെന്തോ നേർപ്പാട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിൽ അവൻ പ്രവേശിച്ച് അവൻ നമ്മുടെ വചനങ്ങളെ പൊരുൾ തിരിച്ചു തന്നെ അവൻ ശരിക്കും മനസ്സിലാക്കി. നീ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ഞാനുണ്ട്. ഈ വചനം നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ വഹിക്കുകയാണ്. ഒരു കുഞ്ഞു കഥ പറഞ്ഞ് കേട്ടിട്ടുള്ളതിനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു വ്യക്തി അന്ന് ഈ കർത്താവിനോടുകൂടെ സഞ്ചരിക്കും. അപ്പൊ അവൻ കർത്താവിനോടുകൂടെ വേണ്ടി പറഞ്ഞു ഭയങ്കര വൈകുന്നേരമാകുമ്പോൾ കടപ്പുറത്തൂടെ നടക്കുകയാണ്. കാൽപ്പാടുകളിൽ ആണിയുടെ പാടുണ്ട്. അവന് ഭയങ്കര സന്തോഷം. ഒരു ദിവസം ഭയങ്കരമായ പ്രശ്നങ്ങൾ, അവനാകെപ്പാടെ വേദനിച്ച് എങ്ങനെയെങ്കിലും വൈകുന്നേരമായെങ്കിൽ കർത്താവിനോടുകൂടെ നടന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും. വൈകുന്നേരമായാലും അവൻ നടക്കാൻ പോവുകയാണ്. കർത്താവിനെ കാണാനില്ല, ഒറ്റയ്ക്ക് നടക്കുന്നു. അവന് വിഷമം വന്നു. എങ്കിലും ഈ പ്രതിസന്ധി വന്നപ്പോ ഈ കർത്താവ് എവിടെ പോയി? നമ്മുടെ നാട്ടിൻ പുറത്ത് പറയാറില്ലേ, നീ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, നിനക്ക് ഒന്ന് വരുന്നത് വരെ ഞാൻ കൂടെ കാണും എന്ന് ബ്രാക്കറ്റിൽ പറയും.
ഒന്ന് വന്നാൽ നീ തന്നെ അനുഭവിച്ചോളണം. അപ്പോഴേ ഞാൻ കേട്ടില്ല. അതാണല്ലോ ഇന്നത്തെ രീതികൾ. നിനക്കൊന്ന് വരണത് വരെ ഞാൻ കാണും. അപ്പൊ ഇവൻ വിചാരിച്ച് ഇത് എന്നെ ഈ കർത്താവ്. അവനാകെ വിഷമിച്ചു. എന്നിട്ട് അവസാനം അവൻ അങ്ങ് അറ്റത്തെത്തിയപ്പോൾ, വീട്ടിലേക്ക് പോകാനുള്ള വഴി എത്തിയപ്പോൾ കർത്താവിനെ കണ്ടു. അപ്പൊ കർത്താവിനെ എന്നിട്ട് എൻ്റെ കർത്താവ് ഈ ചതി എന്നോട് ചെയ്തല്ലോ. ഇത്രയും കഷ്ടവും വേദനയും സങ്കടത്തോടെ വന്നപ്പോൾ എന്നെ ഒറ്റയ്ക്ക് നടക്കുവാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ വന്ന വഴി സൂക്ഷിച്ചു നോക്കൂ. കാൽപ്പാടുകളൊക്കെ കണ്ടു. അത് ആരുടെ പാടം നോക്കൂ. നോക്കിയപ്പോൾ ആണിപ്പാട്. അപ്പൊ എന്റെ പാടവിടെ നീ എന്റെ തോളിലായിരുന്നു. ഇത്രയും നേരം നിന്നെ ഞാൻ എന്റെ തോളിൽ ചുമക്കുകയായിരുന്നു. സാധാരണ മനുഷ്യൻ പറയുന്നതാണ്, കർത്താവെ ഞാൻ എന്നെ ഒറ്റയ്ക്കായല്ലോ. അസാധാരണ വ്യക്തി പറയുന്നതാണ്, എന്നെ ഞാൻ കണ്ടു, അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ നിന്റെ തോളിലായിരുന്നു. പ്രിയ ദൈവമക്കളെ, സാധാരണ വ്യക്തികളായിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അസാധാരണ വ്യക്തികളായിട്ട്, സംതിങ് സ്പെഷ്യലായിട്ട്, നീ എനിക്ക് പ്രിയമുള്ളവനാണ്, നീ ഇപ്പോ നിന്റെ അവസ്ഥ ഈ വാലാട്ടി നടക്കണ, നീ തലയാണ് എടുക്കണം, നീ മതിൽ ചാടിക്കണം. ആ ഒരു ശക്തിയോടുകൂടെ, പുനരുത്ഥാനത്തിലൂടെ ശക്തിയോടുകൂടെ നമുക്ക് മടങ്ങിപ്പോകാൻ ദൈവം സഹായിക്കും. ഈ ചിന്തയോടുകൂടെ 149 പാട്ട്, മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങി, അതിന്റെ 1, 2, 7 ചരണങ്ങൾ പാടി വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ പങ്കുകൂടാം. 149. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, അങ്ങയുടെ ശിഷ്യന്മാരുടെ നടുവിൽ സന്നിധനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് അപ്പം നുറുക്കുന്നതിൽ അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ കർത്തവ്യവുമാകുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായി തന്നെ യേശുക്രിസ്തു മുഖാന്തരം ആകാശത്തെ ഭൂമി അവയിലുള്ള സകലത്തെ ഉണ്ടാക്കി
മനുഷ്യനെ അങ്ങയുടെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുത്തു. അവിടുത്തെ കരുണ അങ്ങയുടെ സകല പ്രവൃത്തികളിലുമുണ്ട്. അതുകൊണ്ട് ദേവദൂതന്മാരോടും പ്രധാന ദേവദൂതന്മാരോടും സ്വർഗ്ഗത്തിലെ സകല സംഘത്തോടും കൂടെ ഇപ്പോഴും നമ്മെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹാനതനായ കർത്താവെ അങ്ങേക്ക് മഹത്വം ചൊല്ലുകയും അങ്ങയുടെ ദൈവനാമത്തെ പുകഴ്ത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന അങ്ങയെ വാഴ്ത്തുന്നു. ഉന്നതമായി സ്തുതി. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹങ്ങളുടെ പ്രത്യേകൃത്തനായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുക്കാനും ഞങ്ങളെ വീണ്ടെടുക്കാനുമായി കുരിശിന്മേൽ നമ്മൾ അനുഭവിക്കാനും തന്നുവല്ലോ. അവിടെ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്നെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മ നിയമിക്കുകയും അത് എപ്പോഴും ആചരിക്കണം തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്ന എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അത്താഴം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിന് കുടിപ്പിനെന്തെന്നാൽ ഇത് നിങ്ങൾക്ക് അനേകർക്കും വേണ്ടി പാപമോചനത്തിനായി സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ രണ്ടാമത്തെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെ അടുത്ത മഹത്വങ്ങളുടെ പുനരുദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ട് യേശു മെശിഹായിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവ് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസനായി ഞങ്ങൾ ഇത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു യോജിപ്പിക്കപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിൽ ഐക്യം പ്രാപിച്ച് തലയാകുന്ന മശിഹായ്ക്ക് അനുയോജ്യമാമിതം സകലത്തിനും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തുമൂലമായി ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, എന്നേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവമുള്ളവരെ, കർത്താവിന്റെ തിരുമേശയിലേക്ക് എടുത്തു വരുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം നിശ്ചയമായിട്ടും ശുദ്ധിയോടുകൂടെ തന്നെയാണ് കടന്നു വന്നത്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ശുദ്ധി കറപുരണ്ട വസ്ത്രം പോലെ തിരുവനന്തപുരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 176-ാമത്തെ പാട്ടിന്റെ 1ഉം 4ഉം ചരണങ്ങൾ നമ്മെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് പാടാം. വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് മതിയായ ശുദ്ധീകരണമല്ലാതെ തിരുമേശയിലേക്ക് അടുക്കുന്ന ചില രോഗികളും ചിലർ നിദ്ര കൊള്ളുന്നു എന്നും, അതുകൊണ്ട് നമുക്ക് നമ്മെ ശോധന ചെയ്തുകൊണ്ട് കർത്താവിന്റെ തിരുമേശയിലേക്ക് ധൈര്യത്തോടെ എടുക്കാം.
സ്നാനം ചെയ്തിടുക വേഗത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമമ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. 66 അവസാനത്തെ പ്രാർത്ഥന കൂടെ നമുക്ക് ചൊല്ലാം. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടെ അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണം. കാൽവരിയിൽ നമുക്കായി മുറുക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം, കാൽവരിയിൽ നമുക്കായി ചിന്തിയ സത്യമുന്തിരി വെള്ളിയായ നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുരക്തം, കർത്താവായ യേശുവിന്റെ തിരുശരീരങ്ങളെ കൊണ്ടും യേശുവിരിക്കുന്ന വിശ്വാസത്തോടും ധൈര്യത്തോടും മുന്നോട്ട് പോകുന്നു. കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂട്ടേണ്ടതില്ല, എന്നാൽ മതിയാകും. പ്രശ്നമില്ല. അതിൽ നമുക്കായി മുറുക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം, കാൽവരിയിൽ നമുക്കായി മുറുക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം, നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം, കാൽവരിയിൽ നമുക്കായി മുറുക്കപ്പെട്ട നമുക്കായി കാൽവരിയിൽ മുറുക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം. സത്യമുദ്രവെള്ളിയായ നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം, സത്യമുദ്രവെള്ളിയായ നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുശരീരം, നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുരക്തം, കാൽവരിയിൽ കാഴ്ചയ്ക്ക് നമ്മുടെ കർത്താവായ യേശുവിന്റെ സത്യമുദ്രവെള്ളിയായ നമ്മുടെ കർത്താവായ യേശുവിന്റെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ നമ്മളോട് ഉപയോഗിക്കുമാറാകട്ടെ. നമുക്കായി സത്യത്തിലൂടെയായ നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ടല്ലോ എഴുന്നേറ്റേൽക്കാം പ്രാർത്ഥന. മഹാകാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട സത്യസ്ഥിതാവായ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ഈ ലോകത്ത് ദൈവമേ, ഞങ്ങൾക്ക് അല്പസമയം അവിടുത്തെ ഭവനമായ ആലയത്തിൽ വന്നിരുന്ന ആശ്വസിക്കുവാൻ കൃപ ചെയ്തിട്ടുള്ളതിനായി സ്തോത്രം. വേറിട്ട് വന്ന് ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് ശിഷ്യഗണങ്ങളോടൊത്ത് പറഞ്ഞ അവരെയും കൂട്ടി അവിടുന്ന് ദൈവമേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നതുപോലെ അടിയങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നുപോയി ജീവിക്കുന്ന പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തിൽ നിന്ന് മാറി ആശ്വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു തരും. ഞങ്ങളുടെ അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരുന്ന എമോസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ ജീവിച്ചു, ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഞങ്ങൾ ചിന്തിച്ചു, പ്രവർത്തിച്ചു. ഇതെല്ലാം പലപ്പോഴും പരാജയമായി വന്നു.
എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു അവരോട് കൂടെ സഞ്ചരിച്ച് തിരുവെഴുത്തുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ദൈവമേ അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടായവർ മടങ്ങിപ്പോയിരുന്നു. ഞങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ സാധാരണ വ്യക്തികളെ പോലെയായി മാറുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. ഞങ്ങളുടെ കർത്താവ് ദൈവമേ എത്ര ശ്രേഷ്ഠനാണ്, എത്ര മഹത്വകരമാണ്. ഈ ലോകത്തെ സകല സമ്പത്തിന്റെ ഉടമയാണ്. സാധുവിൽ ക്ഷോണിയിൽ ക്ലേശിപ്പാൻ യാതൊരു സംഗതിയില്ലെന്ന് ഭക്തൻ ദൈവ അനുഭവത്തിലൂടെ പറയുന്നത് പോലെ ഞങ്ങൾ ദൈവമേ തിരുവചനത്തിന്റെ യഥാർത്ഥ സംഗതികളെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അസാധാരണ വ്യക്തികളായി മാറുവാൻ, ഏത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെ അതിശക്തമായി ഞങ്ങൾ നേരിട്ട് ദൈവത്തിന് മഹത്വകരമായി ജീവിക്കുവാൻ, അസാധാരണ വ്യക്തികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അസാധാരണ വ്യക്തികളായി ഞങ്ങളിൽ കടന്നു വന്നു. എന്നാൽ ദൈവമേ നിന്റെ ശക്തി ഞങ്ങളിൽ നിറച്ചു. ഞങ്ങളുടെ ഉള്ളങ്ങൾ കത്തി ജ്വലിച്ചു. ഞങ്ങൾ അസാധാരണ വ്യക്തികളായി മടങ്ങിപ്പോവുകയാണ്. ആ കരുത്തോടെ വീർപ്പിന്റെ ശക്തിയോടെ തുടർന്നുള്ള നാളുകളിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്നാനപ്പെട്ട വൈതല്യത്തിന് കരങ്ങൾ സമർപ്പിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന മകൾക്കായി മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാഹനയാത്രയിൽ കൂടെ ഇരിക്കണമേ. ഒരാഴ്ചയുള്ള ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിച്ചു തരുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മതിയായവനായി കൂടെ ഇരിക്കുന്നു. നിന്നെ കൂടാതെയുള്ള നിസ്സാരപ്പെട്ട ജീവിതങ്ങൾ നയിക്കാതെ എന്നോട് കൂടെ ചേർന്ന് അസാധാരണ വ്യക്തികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസത്തോടെ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിപ്പിൻ. പിതാപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും വാഴും നമ്മളെല്ലാവരോടും ചിന്തിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സ്നാനപ്പെട്ട അവിടെ വകയായിട്ട് ചായ ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊണ്ട് കടന്നു പോകണമെന്ന് ഓർമ്മ.